ഹരിയോ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശ്രീമദ് ആദിശങ്കരാചാര്യ ഭഗവത്പാദർ എഴുതിയിട്ടുള്ള അതിസുന്ദരമായ ഒരു കൃതിയെക്കുറിച്ചാണ്. ഇതിന് നിർവാണ ഷട്കമെന്നും ആത്മഷട്കമെന്നും പേരുണ്ട്. ഷട്കം എന്നാൽ 6 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള കൃതി. അപ്പോൾ ഇതിൽ 6 ശ്ലോകങ്ങൾ ഉണ്ടെന്ന് അതിൽ നിന്നും ഗ്രഹിക്കാം. ഈ കൃതിയുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നിർവാണമാണ് അഥവാ ആത്മാവാണ്. ആത്മാവ് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഞാൻ എന്ന സത്തയെ ആണ്. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ വ്യവഹരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു അനുഭവമുണ്ട്, ഞാനുണ്ട് എന്നുള്ളത്. എന്നാൽ ആ ഞാൻ എന്താണെന്ന് സൂക്ഷ്മമായി പരിശോധിക്കാൻ നമ്മളിൽ പലരും ശ്രമിക്കാറില്ല. പല ധാരണകളും നമ്മുടെ മനസ്സിലുണ്ട്. ആ ധാരണകൾ വെച്ചുകൊണ്ട് തന്നെ ജീവിക്കുകയാണ് പതിവ്. എന്നാൽ ഒരു വ്യക്തി താൻ ആരാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ അവൻ പതുക്കെ ഓരോ ആവരണത്തെ എടുത്തു മാറ്റി ഇത് താനല്ല എന്ന് പറഞ്ഞ് ഓരോ ആവരണങ്ങളെയും എടുത്തു മാറ്റി അവസാനം താൻ ആരാണെന്ന് അറിയുന്നു. ആ അറിയുമ്പോൾ അവൻ മനസ്സിലാക്കുന്നു അതിൻ്റെ സ്വരൂപം തന്നെയാണ് മോക്ഷമെന്ന്. അതുകൊണ്ടാണ് ഇതിന് നിർവാണ ഷട്കം എന്നും കൂടി പേരുള്ളത്. കാരണം നിർവാണം എന്നാൽ മോക്ഷം. നമ്മൾ കർമ്മം ചെയ്ത് നേടിയെടുക്കുന്ന ഒന്നല്ല മോക്ഷം. കാരണം കർമ്മം ചെയ്ത് നേടിയെടുക്കാൻ പറ്റുന്ന എല്ലാം തന്നെ അശാശ്വതമായിരിക്കും, ക്ഷണികമായിരിക്കും. കുറച്ചു കാലം അത് നിൽക്കും, അത് കഴിഞ്ഞാൽ അതില്ലാതെയാകണം. നേടിയതെല്ലാം തന്നെ നഷ്ടപ്പെടും. അപ്പോൾ കർമ്മം കൊണ്ട് നേടിയെടുക്കുന്ന ഒന്നാണ് മോക്ഷമെങ്കിൽ മോക്ഷവും ശാശ്വതമല്ല. ഇപ്പോൾ ഹിന്ദു പുരാണങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്, സ്വർഗവും നരകവും എല്ലാം തന്നെ അശാശ്വതമാണ്. കാരണം കർമ്മത്തിലൂടെ നേടുന്നതാണ്. അപ്പോൾ നേടിയാൽ കുറച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെടും. എന്നാൽ മോക്ഷം നേടിയെടുക്കുന്ന ഒന്നല്ല, അതൊരു തിരിച്ചറിവാണ്. ഞാൻ നിത്യം മുക്തനാണെന്നൊരുവൻ തിരിച്ചറിയുന്നതിനെയാണ് നിർവാണമെന്നും മോക്ഷമെന്നും ഒക്കെ വിളിക്കുന്നത്. അപ്പോൾ ആത്മാവ് എല്ലാ സമയത്തും മുക്തമാണ്. ആത്മാവിന് ബന്ധമില്ല. ആത്മാവെന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു വസ്തുവായിട്ട് നമ്മൾ സങ്കല്പിക്കും, അത് മനസ്സിൻ്റെ പരിമിതിയാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ സത്തയെയാണ് ആത്മാവെന്ന് വിളിക്കുന്നത്. അതിനെ വസ്തുവായിട്ട് പോലും വിശേഷിപ്പിക്കാൻ പറ്റില്ല. കാരണം അത് ഒന്നിനും ഒബ്ജക്റ്റ് അല്ല, അതിനെ അറിയുന്ന ഒന്നുമില്ല. നമ്മൾ ഒരു വസ്തുവിനെ അറിയുമ്പോഴാണ് അതിനെ ഒബ്ജക്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു എന്ന ഭേദമുണ്ട്. അവിടെ അതുപോലുമില്ല. അദ്വൈതമായ ഭാവത്തിലാണ് ആത്മാവിൻ്റെ വാസം. അപ്പൊ അത് തിരിച്ചറിയുമ്പോൾ അവിടെ അത് ഉണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം അത് ഉണ്മ മാത്രമാണ്, അത് മാത്രമേ ഉള്ളൂ. ആ തിരിച്ചറിവിനെയാണ് നിർവാണം എന്ന് വിളിക്കുന്നത്. ആ നിർവാണം സമ്പാദിക്കാനായിക്കൊണ്ട് 6 ശ്ലോകങ്ങളെ ആചാര്യസ്വാമികൾ നൽകിയിരിക്കുന്നു, താൻ ആരാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട്. അതുകൊണ്ട് ഇതിന് ആത്മഷട്കമെന്നും നിർവാണ ഷട്കമെന്നും പേര് സിദ്ധിച്ചിരിക്കുന്നു. ശങ്കരാചാര്യസ്വാമികളുടെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു കൃതിയാണ് വിവേക ചൂടാമണി. വിവേക ചൂടാമണിയിൽ അദ്ദേഹം പറയുന്ന ഒരു ശ്ലോകമുണ്ട്. മോക്ഷകാരണ സാമഗ്ര്യാം ഭക്തിരേവ ഗരീയസി സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ. മോക്ഷം നേടാൻ ഹേതുവായിട്ടുള്ള സാമഗ്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സാമഗ്രി ഭക്തി തന്നെയാകുന്നു എന്ന് മനസ്സിലാക്കുക. ഇതാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. അപ്പൊ എന്താണ് ഭക്തി എന്ന ചോദ്യം വന്നു. അതിന് അദ്ദേഹം തന്നെ മറുപടി നൽകുന്നു. സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ. സ്വസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി എന്ന് പറയപ്പെടുന്നത്. സ്വസ്വരൂപം, അവനവന്റെ സ്വരൂപം, അതായത് ആത്മാവിനെ അനുസന്ധാനം എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. അവനവനെ അന്വേഷിച്ച് തിരിച്ചറിയുന്നതാണ് സ്വസ്വരൂപാനുസന്ധാനം. അത് തന്നെയാണ് ഭക്തി. ഭക്തിക്ക് നൽകിയിട്ടുള്ള ഏറ്റവും നല്ല നിർവചനമാണ്. കാരണം ഭക്തി എന്ന് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈശ്വരനോടുള്ള പ്രേമമാണ്. നാരദ മഹർഷി അദ്ദേഹത്തിന്റെ ഭക്തി സൂത്രത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സാത്വസ്മിൻ പരമപ്രേമ രൂപ അമൃതസ്വരൂപാച എന്ന് 2 സൂത്രങ്ങളിലായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഭക്തി എന്താ? പരമമായ പ്രേമമാണ്. ആരിൽ? ഇവനിൽ, അസ്മിൻ. ഈ ഇവനിൽ എന്ന്, തസ്മിൻ എന്ന് പറയാം. അവനിൽ എന്ന് പറയാതെ ഇവനിൽ എന്ന് പറയുന്നത് അത് തൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന് സൂചിപ്പിക്കാനാണ്. അപ്പൊ തൻ്റെ ഉള്ളിലുള്ളവനോട് പരമമായ പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിന്റെ ഒഴുക്കാണ്. പരമം എന്ന് പറഞ്ഞാൽ ഏറ്റവും തീവ്രമായ ഏകാഗ്രമായ ഒഴുക്ക്. മനസ്സിന്റെ ഒഴുക്കിനെ തന്നെയാണ് അനുസന്ധാനം എന്ന് പറയുന്നത്, അന്വേഷണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മളെ തിരിച്ചറിയാൻ നടത്തുന്ന ശ്രമം, ആ ശ്രമത്തിലൂടെ നമുക്ക് എന്ത് കിട്ടും? അമൃതം കിട്ടും. അതുകൊണ്ടാണ് അമൃതസ്വരൂപാച എന്ന് പറഞ്ഞത്.
അമൃതം കിട്ടും. അമൃതം എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്നും മോചനം. അത് തന്നെയാണ് നിർവാണം. അത് നമ്മൾ പുതിയതായി നേടിയെടുക്കുന്ന ഒരു വസ്തുവാണോ? അല്ല, നിത്യമുള്ളതാണ്. തിരിച്ചറിയുക മാത്രമാണ്. ഞാൻ എന്നും അമരനാണ്. കാരണം എനിക്ക് ജനനവുമില്ല മരണവുമില്ല. പക്ഷെ ഞാനത് അറിയുന്നില്ല. അത് ഞാൻ എന്ന് തിരിച്ചറിയുന്നുവോ അപ്പോൾ ഞാൻ മുക്തനായി എന്ന് പറയുന്നു. അപ്പോൾ മോചനം നേടിയെടുക്കുന്നതല്ല, നിത്യമുക്ത വസ്തുവിനെ തിരിച്ചറിയുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വസ്വരൂപാനുസന്ധാനം നടത്താനുള്ള വഴിയാണ് ശങ്കരാചാര്യ സ്വാമികൾ നിർവാണ ഷട്കത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. 6 ശ്ലോകങ്ങളിലൂടെ താൻ ആരാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. താൻ ആരാണെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ താൻ തന്നെയാണെന്നുള്ള ഭാവം നമുക്കുണ്ടാവണം. എന്നെക്കുറിച്ചാണ് പറയുന്നത് എന്ന ബോധത്തിൽ ഞാൻ എന്നെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് ആചാര്യസ്വാമികൾ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ, ആ യാത്ര നടത്തിയാൽ ഒടുവിൽ ഞാൻ എന്നിൽ തന്നെ വന്നെത്തും. ആത്മാനുസന്ധാനം പൂർണ്ണമാകും, സ്വസ്വരൂപാനുസന്ധാനം സമ്പൂർണ്ണമാകും. അതുകൊണ്ട് നിർവാണം സിദ്ധിക്കും. അപ്പോൾ നിർവാണം നേടിയെടുക്കാനുള്ള വഴിയായിട്ട് 6 ശ്ലോകങ്ങൾ ധ്യാനത്തിനു വേണ്ടി മാത്രം രചിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ അർത്ഥത്തെ ഇങ്ങനെ വിചിന്തനം ചെയ്ത് നമുക്ക് ഉള്ളിലേക്ക് പ്രയാണം നടത്താൻ പറ്റിയാൽ തന്നെ നിർവാണം ഉറപ്പാണ്. അത്രയും ഗംഭീരമായ ഒരു കൃതി തന്നെയാണ് ഇത്. അപ്പം നമുക്കിതിലെ ഓരോ ശ്ലോകവും ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ വിചിന്തനം ചെയ്യാം. ആ അർത്ഥം ചിന്തിക്കുന്ന സമയത്ത് അവനവനെ നിരീക്ഷിച്ചുകൊണ്ട് ആചാര്യസ്വാമികൾ പറയുന്ന പോലെ തന്നെ ഇത് ഞാനല്ല എന്ന് പറഞ്ഞ് തന്നിലേക്ക് എത്താൻ ഓരോരുത്തരും ശ്രമിക്കണം. അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ സാധനയാകും. അത് തന്നെയാണ് ഭക്തി എന്ന് ആചാര്യസ്വാമികൾ തന്നെ പറഞ്ഞു വച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് കൃതിയിലേക്ക് പ്രവേശിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. ആത്മഷട്കം അഥവാ നിർവാണ ഷട്കം. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമ ഭൂമിർന തേജോ ന വായുശ്ചിദാനന്ദരൂപ ശിവോഹം. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ഇവിടെ ആചാര്യസ്വാമികൾ സ്വീകരിക്കുന്ന രീതി ഞാൻ എന്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ എന്നിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഓരോ ശ്ലോകത്തിലും ഞാൻ ഇന്നതൊക്കെയല്ല എന്ന് പറയുമ്പോൾ നമ്മളും അതിനെയെല്ലാം നിരീക്ഷിച്ച് ഇത് ഞാനാണോ എന്ന് നോക്കണം. അങ്ങനെ നമ്മൾ അനുസന്ധാനം ചെയ്യുമ്പോൾ ഇതൊന്നും ഞാനല്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവും. അത് ഉണ്ടാവണം. അതിലൂടെയാണ് ഈ കൃതി നമ്മെ സഹായിക്കുന്നത്. അപ്പൊ ഇവിടെ ആചാര്യസ്വാമികൾ ആദ്യം തന്നെ പറയുന്നു, മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം. ഞാൻ മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ചിത്തമല്ല. ക്രിയ ചെയ്യുന്നത് എന്തോ അതാണ് കരണം. മനുഷ്യന് 2 തരത്തിലുള്ള കരണങ്ങളുണ്ട്. ഒന്ന് അന്തഃകരണം, ഒന്ന് ബഹിർകരണം. അതായത് അകത്ത് പ്രവർത്തിക്കുന്നത് അന്തഃകരണം, പുറത്ത് പ്രവർത്തിക്കുന്നത് ബഹിർകരണം. അപ്പൊ ഇങ്ങനെ നമുക്ക് കരണങ്ങൾ 2 എണ്ണമുണ്ട്. കരണത്തിന് സഹായകമായി നിൽക്കുന്നത് എന്തോ അതാണ് ഉപകരണം. സംസ്കൃതത്തിൽ അങ്ങനെയാണ് അർത്ഥം വരുന്നത്. ഉദാഹരണത്തിന് കയ്യ് കരണമാണ്, അത് കർമ്മം ചെയ്യുന്നതാണ്. അതിനെ സഹായിക്കുന്ന വസ്തു, ഇപ്പോൾ ഒരു പേന എടുത്ത് എഴുതുകയാണെങ്കിൽ പേന ഉപകരണമാണ്. കണ്ണ് കരണമാണ്, കണ്ണട ഉപകരണമാണ്. ഇങ്ങനെ ഓരോന്നിനെയും സഹായിക്കുന്ന വസ്തു ഉപകരണമാണ്, ചെയ്യുന്നത് കരണമാണ്. അപ്പൊ മനുഷ്യന് അന്തഃകരണവുമുണ്ട്, ബഹിർകരണവുമുണ്ട്. ഇതിനും പല ഭേദങ്ങളുണ്ട്. അതിൽ അന്തഃകരണത്തിന് അകത്ത് പ്രവർത്തിക്കുന്നതിന് 4 ഭേദങ്ങളാണ്, 4 ഭാവങ്ങളാണ് മഹർഷീശ്വരന്മാർ നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ അന്തഃകരണത്തെയാണ് ഇവിടെ ആദ്യത്തെ പദത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. ആ അന്തഃകരണത്തിന്റെ 4 ഭാവങ്ങളാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. മനസ്സ് എന്ന് പറഞ്ഞാൽ ചിന്തയുടെ തലമാണ്. ഇന്ദ്രിയങ്ങളിൽ നിന്നും വിഷയങ്ങളെ ഭുജിക്കുന്നതും ഭുജിക്കുന്ന വിഷയങ്ങൾക്കനുസരിച്ച് ചിന്തിക്കുന്നതും പ്രവർത്തിക്കാൻ വേണ്ടി ചിന്തിക്കുന്നതും. അപ്പോൾ അനുഭവവും ചിന്തയും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ തലം, നമ്മുടെ അകത്ത് നടക്കുന്ന ആ കരണമാണ് മനസ്സ്. ഇങ്ങനെ മനസ്സ് നേടുന്നതെല്ലാം അത് ശേഖരിച്ചു വെക്കുന്നുണ്ട്. ആ ശേഖരിച്ചു വെച്ചിട്ടുള്ളതാണ്, ആ സ്മരണകളുടെ ഭണ്ഡാരമാണ് ചിത്തം. ഓർമ്മകളാണ് ചിത്തം. അപ്പം നമ്മൾ പലതും അനുഭവിക്കുന്നുണ്ട്, ആ അനുഭവിക്കുന്നതിനനുസരിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഈ അനുഭവിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും എല്ലാം രേഖപ്പെടുത്തി നമ്മുടെ അടിത്തട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ ചിന്തകളൊക്കെ ഉദ്ഭവിക്കുന്നത് ഈ സ്മരണകളിൽ നിന്നും തന്നെയാണ്. അപ്പോൾ ആ സ്മരണകളുടെ ശേഖരമാണ് ചിത്തം. അപ്പം നമുക്ക് 2 അന്തഃകരണം മനസ്സിലായി, മനസ്സ്, ചിത്തം. ഇനി ഇത് രണ്ടും നിരീക്ഷിച്ചുകൊണ്ട് ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്, സാക്ഷിഭാവത്തിലുള്ളത്.
അതാണ് ബുദ്ധി. മനസ്സ് ചിന്തിക്കുന്നു, ആ ചിന്തിക്കുന്ന മനസ്സിനെ കാണുന്നവനാണ് ബുദ്ധി. ഇങ്ങനെയാണ് മനസ്സിൽ നിന്നും ബുദ്ധിയെ വേർതിരിച്ചറിയേണ്ടത്. അപ്പോൾ അന്തഃകരണങ്ങൾ 3 മനസ്സിലായി: മനസ്സ്, ചിത്തം, ബുദ്ധി. ഇത് 3 പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ എന്ന് ചേർത്ത് അതിനോടൊപ്പം ഒരു ബോധം, ഒരു തോന്നൽ നമുക്കുണ്ടാകുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്നു, ഞാൻ അനുഭവിക്കുന്നു, ഞാൻ ഓർക്കുന്നു, ഞാൻ കാണുന്നു. ഈ ഞാൻ എന്ന് സ്ഫുരിക്കുന്നതിനെയാണ് അഹങ്കാരം എന്ന് പറയും. അപ്പൊ അകത്ത് പ്രവൃത്തി ചെയ്യുന്ന 4 കാര്യങ്ങൾ അന്തഃകരണങ്ങൾ. ഈ 4 കാര്യങ്ങൾക്കുമുള്ള പേരാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. അപ്പൊ ഇതില് ഈ പദങ്ങളെ പരസ്പരം 4നുമായിട്ട് ഉപയോഗിക്കുന്ന രീതിയുമുണ്ട്. ഇപ്പൊ മനസ്സെന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ഈ 4 ചേർന്നു. അപ്പോൾ അന്തഃകരണം എന്ന് പറയുന്നതിന് പകരം മനസ്സെന്ന് പറയും. അതുപോലെ ബുദ്ധി എന്ന് പറയാം, ചിത്തം എന്നും പറയാം. അപ്പോൾ അന്തഃകരണമായ 4 ഉണ്ട്. ഈ 4നെയും ഒരുവൻ നിരീക്ഷിച്ചാൽ ഇത് 4ഉം താനല്ല എന്ന് അവൻ മനസ്സിലാക്കണം. അതാണ് ഇവിടെ ആചാര്യസ്വാമികൾ ആദ്യം തന്നെ പറയുന്നത്. അന്തഃകരണം ബാഹ്യമായതല്ല എന്ന് പിന്നെയും മനസ്സിലായി എന്ന് വരും. അകത്തുള്ളതിൽ പലപ്പോഴും കുടുങ്ങിപ്പോകാറുണ്ട് നമ്മൾ, പ്രത്യേകിച്ചും ചിന്തകൾ ഞാനാണ്, എൻ്റെ ചിന്തയാണ്. അപ്പൊ ചിന്ത, സുഖം വരുന്ന സമയത്ത് ഞാൻ സുഖിക്കുകയാണ്, ദുഃഖം വരുമ്പോൾ ഞാൻ ദുഃഖിക്കുകയാണ്, ഇങ്ങനെയൊക്കെ തെറ്റിദ്ധാരണ വ്യക്തിക്കുണ്ടാവും. അപ്പൊ ഇതൊന്നും ഞാനല്ല എന്ന് ആചാര്യസ്വാമികൾ ആദ്യം തന്നെ ഉറപ്പിച്ചു പറയുന്നു. മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം, ന അഹം, ഞാനല്ല. നച ശ്രോത്ര ജിഹ്വേ നച ഘ്രാന നേത്രേ. ഇനി അന്തഃകരണം പറഞ്ഞു, ഇനി ബഹിർകരണങ്ങൾ പറയാം. ബഹിർകരണങ്ങൾ തന്നെ 2 പ്രകാരത്തിലുണ്ട്. അവയെ ഇന്ദ്രിയങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ 2 പ്രകാരത്തിൽ. ഒന്ന് അറിയാൻ സഹായിക്കുന്ന ഇന്ദ്രിയങ്ങൾ, ഭുജിക്കാൻ സഹായിക്കുന്ന ഇന്ദ്രിയങ്ങൾ, അതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. മറ്റേത് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഇന്ദ്രിയങ്ങൾ, അതാണ് കർമ്മേന്ദ്രിയങ്ങൾ. ഇത് 2 കരണങ്ങൾ തന്നെയാണ്. അപ്പൊ അതിലെ ജ്ഞാനേന്ദ്രിയങ്ങളിലേക്കാണ് ശ്രദ്ധ തിരിക്കുന്നത്. ഇപ്പൊ മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ചിത്തമല്ല എന്ന് പറഞ്ഞു. ഇനി ഈ മനസ്സ് പുറത്തേൽ നിന്നും സാധനങ്ങൾ ഭുജിക്കുന്നത് എന്തു വഴിയാണ്? 5 വഴിയിലൂടെയാണ്. അത് ഇന്ദ്രിയങ്ങളാണ്. ആ ജ്ഞാനേന്ദ്രിയങ്ങൾ 5 ഞാനല്ല എന്നിവിടെ പറയുകയാണ്. ശ്രോത്രമല്ല ഞാൻ, ചെവിയല്ല. കേൾക്കുന്ന ഇന്ദ്രിയമാണ് ശ്രോത്രം, ഞാൻ അതല്ല. ജിഹ്വയല്ല, അതായത് രുചിക്കുന്ന ഇന്ദ്രിയം, രസനേന്ദ്രിയമല്ല ഞാൻ. മൂക്ക്, മണക്കുന്ന ഇന്ദ്രിയം, ഘ്രാണേന്ദ്രിയമല്ല ഞാൻ. കണ്ണ്, നേത്രങ്ങളല്ല ഞാൻ ഈ ഇന്ദ്രിയങ്ങളൊക്കെ അല്ല. അപ്പൊ ഇവിടെ എടുത്തു പറയാത്ത ഒന്നുണ്ട്, അതാണ് ത്വക്ക്. അതിവിടെ ചേർത്ത് വായിക്കണം. ത്വക്കുമുണ്ടെന്ന് അനുമാനിക്കണം. 5 ഇന്ദ്രിയങ്ങളും ഞാനല്ല. കണ്ണിലൂടെ ഞാൻ കാണുന്നുണ്ട്, ചെവിയിലൂടെ ഞാൻ കേൾക്കുന്നുണ്ട്, മൂക്കിലൂടെ ഞാൻ മണക്കുന്നുണ്ട്, നാക്കിലൂടെ ഞാൻ രുചിക്കുന്നുണ്ട്, ത്വക്കിലൂടെ ഞാൻ സ്പർശിക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഇതൊന്നും ഞാനല്ല. അപ്പോൾ വീണ്ടും നമ്മൾ ധ്യാനിക്കുകയാണ്. മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ചിത്തമല്ല, ഇന്ദ്രിയങ്ങൾ 5 അതാണ് ആദ്യത്തെ വരിയിൽ. മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നച ശ്രോത്ര ജിഹ്വേ നച ഘ്രാണ നേത്രേ നച വ്യോമ ഭൂമിർ ന തേജോ ന വായു. ഇപ്പൊ ഇന്ദ്രിയങ്ങളുടെ കാര്യം പറഞ്ഞു. ഈ ഇന്ദ്രിയങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, ഈ വിഷയങ്ങൾ പഞ്ചഭൂതാത്മകമാണ്. കണ്ണ് കാണുന്നതും ചെവി കേൾക്കുന്നതും മൂക്ക് മണക്കുന്നതുമായിട്ടുള്ള ഈ വിഷയങ്ങളെല്ലാം പഞ്ചഭൂതാത്മകമാണ്. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇതാണ് പഞ്ചഭൂതങ്ങൾ. ഭവിച്ചതെന്തോ അതാണ് ഭൂതം. അപ്പൊ ഉണ്ടായതാണ് എന്നർത്ഥത്തിലാണ് ഇതിന് ഭൂതശബ്ദം കൊടുക്കുന്നത്. ഉണ്ടാവാത്തതായി എന്നുമുള്ളതെന്തോ അത് സത്വസ്തു, അത് ബ്രഹ്മം. എന്നാൽ ഇതെല്ലാം ഉണ്ടായതാണ്. അപ്പോൾ 5 ഉണ്ടായി എന്ന് പറയുന്ന ഒരു പ്രക്രിയ തന്നെ സൂക്ഷ്മമായ ധ്യാനമുണ്ട്. ഏറ്റവും സൂക്ഷ്മമായത് ആദ്യമുണ്ടായി, ആകാശം ആദ്യമുണ്ടായി. അതിൽ നിന്നും, അതായത് ക്രമം പറയുമ്പോൾ ആദ്യം ഉണ്ടായത് മനസ്സാണ്. പിന്നെ അങ്ങനെ അവിടെ നിന്നും ആകാശം ഉണ്ടാവുകയും അതിൽ ചലനമായി വായു ഉണ്ടാവുകയും ആ ചലനത്തിൽ നിന്നും അഗ്നി ഉണ്ടാവുകയും ആ അഗ്നി ക്രമേണ ജലമായി ഭവിക്കുകയും ആ ജലത്തിൽ നിന്നും ഭൂമി തത്വം ഉണ്ടാവുകയും ഇങ്ങനെ പഞ്ചഭൂത തത്വങ്ങളും പറയും. ഈ പഞ്ചഭൂതങ്ങളെയാണ് നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നത്. അപ്പോൾ അന്തഃകരണമല്ല എന്ന് പറഞ്ഞു, ഇന്ദ്രിയങ്ങളല്ല എന്ന് പറഞ്ഞു. ഇനി ഇന്ദ്രിയങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളും ഞാനല്ല എന്ന് സ്ഥാപിക്കാൻ പഞ്ചഭൂതങ്ങളും ഞാനല്ല എന്നിവിടെ പറയുന്നു. അതാണ് നച വ്യോമ ഭൂമിർ. വ്യോമം എന്ന് പറഞ്ഞാൽ ആകാശം, ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമി തത്വം തന്നെ. ന തേജോ, അഗ്നിയല്ല. ന വായു, വായുവുമല്ല. ഇവിടെ ജലം പറഞ്ഞിട്ടില്ല, ജലവും അനുമാനിക്കണം. ഇപ്പൊ നേരത്തെ ഒരു ഇന്ദ്രിയം പറഞ്ഞു, ത്വക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ ജലം പറഞ്ഞിട്ടില്ല. പക്ഷെ അത് നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. അപ്പോൾ ഞാൻ 4 അന്തഃകരണങ്ങളുമല്ല, 5 ജ്ഞാനേന്ദ്രിയങ്ങളുമല്ല,
5 ഭൂതങ്ങളുമല്ല, പഞ്ചഭൂതങ്ങളുമല്ല, പിന്നെ എന്താണ് ഞാൻ? അതിന് അദ്ദേഹം മറുപടി പറയുന്നു, ചിദാനന്ദരൂപ, ചിത്തും ആനന്ദവും സ്വരൂപമായിട്ടുള്ളവൻ. ചിത്ത് എന്നാൽ ബോധം, ആനന്ദം എന്നാൽ അനിർവചനീയം എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ചിത്തിനുള്ളതെന്തോ അതാണ് ആനന്ദം. ചിത്തിനെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് എന്തോ അതാണ് ആനന്ദം. പലപ്പോഴും സുഖത്തിൻ്റെ ആധിക്യം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയും. നല്ല സുഖമുള്ള ഭാവമാണ് ആനന്ദം എന്ന് പറയും. അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു രീതിയാണ്. വാസ്തവത്തിൽ സുഖത്തിൻ്റെ ആധിക്യമല്ല, സുഖവുമല്ല ദുഃഖവുമല്ല. കാരണം ദ്വൈതങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന, ദ്വന്ദ്വങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന ചിത്തിൻ്റെ തന്നെ ഭാവമാണ് ആനന്ദം. ചിത്ത് എന്ന് എന്തിനെ വിളിക്കുന്നു അത് തന്നെയാണ് ആനന്ദം, ചിദാനന്ദമാണ്. അപ്പോൾ ഇന്ന സാധനങ്ങളിലൂടെയൊക്കെയാണ് ഇവിടെ അറിവ് സമ്പാദിക്കപ്പെടുന്നത്. അപ്പോൾ ഈ അറിവ് സമ്പാദിക്കപ്പെടുന്ന വസ്തുക്കൾ ഒന്നും ഞാനല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിർജീവമായ ജഡമായ വസ്തുവാണോ എന്ന തെറ്റിദ്ധാരണ ഒരുവൻ ഉണ്ടാവാം. അത് അപ്പോൾ തന്നെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ് ചിദാനന്ദ രൂപ, ഞാൻ ബോധം തന്നെയാണ്, ഞാൻ ജഡവസ്തുവല്ല, ബോധമാണ്, ശുദ്ധമായ ബോധമാണ്. ആ ബോധം തന്നെയാണ് ആനന്ദം, ചിദാനന്ദനാണ് ഞാൻ. ശിവോഹം ശിവോഹം, ഞാൻ ശിവനാകുന്നു. എന്താണ് ശിവൻ? ഇവിടെ ശിവൻ എന്ന് പറയുന്നത് ദേവതാഭാവത്തിലുള്ള ശിവനല്ല. ചില ആൾക്കാർ ശങ്കരാചാര്യർ ശിവോഹം എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ശിവന്റെ അവതാരമാണെന്ന് പറയുകയാണ് എന്നൊക്കെയുള്ള തലത്തിൽ ചിലപ്പോൾ ഇതിനെ വ്യാഖ്യാനിച്ചു എന്ന് വരാം. എന്നാൽ ഇവിടെ ആ തലമൊന്നുമല്ല പറയുന്നത്. ഇത് ശുദ്ധമായ അദ്വൈത ഭാവമാണ് ആചാര്യസ്വാമികൾ പ്രദർശിപ്പിക്കുന്നത്. ഞാൻ ശിവനാകുന്നു. ശിവൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് തന്നെയാണ്. കാരണം ശിവശബ്ദത്തിന് മംഗളം എന്നാണ് അർത്ഥം. ലോകത്തിൽ മംഗളമായിട്ടുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ആത്മാവാണ്. ബാക്കിയെല്ലാം അമംഗളമാണ്. കാരണം എല്ലാം ക്ഷണികമാണ്, സുഖദുഃഖ മിശ്രിതമാണ്. ദ്വന്ദ്വങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെ സുഖത്തോടൊപ്പം ദുഃഖമുണ്ടാവും, നേട്ടത്തോടൊപ്പം നഷ്ടമുണ്ടാവും, പ്രശസ്തിയോടൊപ്പം അപകീർത്തി ഉണ്ടാവും, ഇങ്ങനെ എല്ലാം ഉണ്ടാവും. ദ്വൈതാത്മകമാണ്, ദ്വന്ദ്വാത്മകമാണ് ഇവിടെ ഉള്ളതെല്ലാം. അതുകൊണ്ട് ഇതിനെ ഒന്നും ശിവമെന്ന് വിളിക്കാൻ പറ്റില്ല. രണ്ടില്ലാത്ത ഏകമായ വസ്തു, ഏറ്റവും മംഗളമായത് അത് തന്നെയാണ്. അതുകൊണ്ട് അതിനെ ശിവം എന്ന് വിളിക്കുന്നു. അതാണ് ആത്മാവ്. ചിദാനന്ദം എന്ന് വിശേഷിപ്പിച്ചതും ശിവം എന്ന് വിശേഷിപ്പിച്ചതും എന്തോ അതാണ് ആത്മാവ്. ഇവിടെ ശിവശബ്ദത്തിന്റെ അർത്ഥം, അതുപോലെ ചിത്തിന്റെ, ആനന്ദത്തിന്റെ, ഈ ശബ്ദങ്ങളുടെയൊക്കെ അർത്ഥം പറഞ്ഞാലും വാസ്തവത്തിൽ ഇതൊന്നും തന്നെ വ്യാഖ്യാനിക്കാൻ പറ്റാത്ത പദങ്ങളാണ്. കാരണം ഈ പറഞ്ഞതൊന്നുമല്ലാതെ ഞാൻ എന്താണോ ആ ഞാനിനുള്ള പേരുകളാണിതൊക്കെ. ചിദാനന്ദം എന്നും ശിവമെന്നും ഒക്കെ ഉള്ളത് അത് ആത്മാവിന്റെ പേരാണ്. അങ്ങനെയാണ് ശരിക്കും ഇത് വ്യാഖ്യാനിക്കേണ്ടത്. കാരണം ആത്മാവ് അനിർവചനീയമാണ്, വാക്കുകൾക്ക് വിധേയമല്ല. എത്ര വിസ്തരിച്ച് പറയാൻ ആര് ശ്രമിച്ചാലും ആത്മാവിനെ പറഞ്ഞു തരാൻ പറ്റില്ല. യൻ മനസാനമനുതേ യേനാഹുർ മനോമതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യദിദം ഉപാസത്തെ എന്ന് കേനോപനിഷത്ത് പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സുകൊണ്ട് പ്രാപ്യമല്ല, അത് വാക്കുകൊണ്ട് പ്രാപ്യമല്ല, ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രാപ്യമല്ല. അപ്പൊ അത് അനിർവചനീയമാണ്. ആ അനിർവചനീയമായതിന് ചില പദങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. ആ പദങ്ങളാണ് ചിദാനന്ദമെന്നും ശിവമെന്നും. അർത്ഥം ഇപ്പൊ ചിത്ത് എന്ന് പറഞ്ഞാൽ ബോധം, ആനന്ദം എന്ന് പറഞ്ഞാൽ ആനന്ദം. ആനന്ദത്തിന് ശരിക്കും അദ്വൈതം എന്ന് തന്നെ വ്യാഖ്യാനിക്കാം. കാരണം രണ്ടില്ലാത്ത അവസ്ഥയിലുള്ളത് എന്തോ അതാണ് ആനന്ദം. അതുപോലെ ശിവം, അത് ഞാനാകുന്നു. ഞാൻ ആ ഏക വസ്തുവാണ്, നിത്യവസ്തുവാണ്, ഒരിക്കലും ഭേദം സംഭവിക്കാത്ത, ഒരിക്കലും നശിക്കാത്ത, ഒന്നും ആവശ്യമില്ലാത്ത പൂർണ്ണതയാണ് ഞാൻ. ഇതാണ് ആചാര്യസ്വാമികൾ ഇവിടെ പറയുന്നത്. ഇത് ആചാര്യസ്വാമികൾ തന്നെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, നമ്മൾ ഓരോരുത്തരോടും നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ കുറിച്ചും കൂടിയാണ് പറയുന്നത്. ഇപ്പൊ ശിവശബ്ദം കേൾക്കുമ്പോൾ ദേവതാഭാവം കൊണ്ടുവരരുത്. ശിവന്റെ ഭാവത്തിൽ, അതായത് ജടയൊക്കെ കെട്ടി സർപ്പഹാരം ധരിച്ച് ത്രിശൂലം ധരിച്ച് 3 കണ്ണുള്ള ആ ഭാവമല്ല. ശിവം എന്ന് പറയുന്നത് ആത്മാവാണ്. ഞാൻ അതാകുന്നു എന്ന് സ്വയം തിരിച്ചറിയുന്ന ആ ഭാവത്തെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇതാണ് ആദ്യത്തെ ശ്ലോകം. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമ ഭൂമിർന തേജോ ന വായുശ്ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ്. ന ച പ്രാണസഞ്ജ്ഞോ ന വൈ പഞ്ചവായുർന വാ സപ്തധാതുർന വാ പഞ്ചകോശ ന വാക്പാണിപാദൗ ന ചോപസ്തപായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇന്ദ്രിയങ്ങളിൽ ജ്ഞാനേന്ദ്രിയമല്ല എന്ന് പറഞ്ഞു.
വിഷയങ്ങളല്ല, പഞ്ചഭൂതങ്ങളല്ല എന്ന് പറഞ്ഞു, അന്തഃകരണമല്ല എന്ന് പറഞ്ഞു. ഇനി അടുത്തത് എന്തൊക്കെയല്ല എന്നാണ് ഇവിടെ പറയുന്നത്. നച പ്രാണസഞ്ജ്ഞോ, പ്രാണൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്തോ അത് ഞാനല്ല. പ്രാണൻ എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്, ഒരു ഊർജമാണ്. ഓരോ വ്യക്തിയുടെയും ദേഹത്തിന്റെ ഉള്ളിൽ ഇതുണ്ടെന്ന് ആ വ്യക്തി എങ്ങനെയാണ് അറിയുന്നത്? അവന്റെ ദേഹത്തിൽ 5 പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. സൂക്ഷ്മമായി നിരീക്ഷിച്ചവർക്കൊക്കെ ഇത് കാണാൻ പറ്റും. ഈ 5 പ്രവൃത്തികളെയും ചെയ്യുന്നവനാരോ അവനെ പ്രാണൻ എന്ന് വിളിക്കും. എന്താണ് ഈ 5 പ്രവൃത്തികൾ? നമ്മൾ ഭക്ഷണത്തെ ആഹരിക്കുന്നു. ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇവിടെ അന്നം, ജലം, വായു ഇതെല്ലാം വന്നു. നമുക്ക് ആവശ്യമുള്ളത് പുറമേ നിന്നും നമ്മൾ ആഹരിക്കുന്നു. ഇതൊരു പ്രവൃത്തിയാണ്, നമുക്ക് നിരീക്ഷിച്ചാൽ കാണാൻ പറ്റും. ഈ ആഹരിക്കുന്ന വസ്തുവിൽ നിന്നും നമുക്ക് ആവശ്യമായതിനെ, അതിൻ്റെ ആ സത്തയെ നമ്മുടെ ദേഹത്തിൽ നിന്നും ദേഹം വേർതിരിച്ചെടുക്കുന്നു. അപ്പൊ ഇത് ചെയ്യുന്ന ഒരു ശക്തി ഉള്ളിലുണ്ട്. നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ കാണണം. അപ്പൊ ആദ്യം ആഹരിക്കുന്നു, ആഹരിച്ചതിൽ നിന്നും സത്ത എന്ന് പറഞ്ഞാൽ രസത്തെ എടുക്കുന്നു. അങ്ങനെ എടുത്ത രസത്തെ ദേഹത്തിന്റെ എല്ലാ ഭാഗത്തിലേക്കും എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ എത്തിച്ചു കൊടുത്തതിന് ശേഷം ശേഷിക്കുന്ന വസ്തു, സത്തയില്ലാത്ത വസ്തുവിനെ ദേഹം പുറന്തള്ളുന്നു. അതുപോലെ നമ്മുടെ കണ്ഠത്തിൽ നിന്നും ശബ്ദം പുറപ്പെടുന്നു. ഇങ്ങനെ ഈ ശബ്ദം പുറപ്പെടുന്നത് ഒരു ശക്തിയുടെ പ്രവാഹം കൊണ്ടാണ്. ഇങ്ങനെ നമ്മുടെ ദേഹത്ത് 5 പ്രവൃത്തികൾ നടക്കുന്നതായി നമ്മൾ കാണുന്നു. ഈ 5 പ്രവൃത്തികൾക്കും പിന്നിൽ ഒരു ശക്തിയുണ്ടെന്ന് നമ്മൾ അനുമാനിക്കുന്നു. ഈ 5 പ്രവൃത്തികൾക്കും ഓരോ പേര് ആദ്യം കൽപ്പിക്കുന്നു. ആഹരിക്കുന്ന ശക്തിക്ക് പ്രാണൻ എന്ന പേര്, ആഹരിച്ചു കഴിഞ്ഞതിൽ നിന്നും സത്തയെ വേർതിരിച്ചെടുക്കുന്ന ശക്തിക്ക് സമാനൻ എന്ന പേര്, അങ്ങനെ വേർതിരിച്ചെടുത്തതിന് ശേഷം അത് ദേഹത്തിൽ മുഴുവൻ എത്തിക്കുന്ന ശക്തിക്ക് വ്യാനൻ എന്ന പേര്, ആവശ്യമില്ലാത്തതിനെ പുറന്തള്ളുന്ന ശക്തിക്ക് അപാനൻ എന്ന പേര്, കണ്ഠത്തിൽ നിന്നും ശബ്ദത്തെ പുറപ്പെടുവിക്കുന്ന ഉയരത്തിലേക്ക് മുകളിലേക്ക് പോകുന്ന ശക്തിക്ക് ഉദാനൻ എന്ന പേര്. ഈ ഉദാനൻ തന്നെയാണ് അവസാന കാലത്ത് നമ്മുടെ ജീവനെ ദേഹത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുപോകുന്നത്. അതും അതിൻ്റെ ദൗത്യമാണ്. അപ്പൊ ഇങ്ങനെ 5 ശക്തികളുണ്ട്. ഈ 5 ശക്തികൾക്കും പൊതുവെ പ്രാണൻ എന്ന് വിളിക്കുന്നു. കാരണം ഈ 5 ശക്തികളിലും പ്രവർത്തിക്കുന്ന ഊർജത്തെ പ്രാണൻ എന്ന് വിളിക്കുന്നു. ഇപ്പൊ നേരത്തെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നുള്ളത് അന്തഃകരണമാണെങ്കിലും മനസ്സെന്ന് പറഞ്ഞാൽ ഇതെല്ലാമാണെന്ന് അനുമാനിക്കണമെന്ന് ചില ഭാഗങ്ങളിൽ നമുക്ക് കാണാം. അതേപോലെ പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ, ഉദാനൻ എന്ന 5 ശക്തികൾക്കും ഒരുമിച്ച് പ്രാണൻ എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ ഞാൻ പ്രാണനല്ല, നച പ്രാണസഞ്ജ്ഞോ നവൈ പഞ്ചവായുർ. ഈ പഞ്ചവായു എന്ന് പറഞ്ഞതാണ് പഞ്ചപ്രാണൻ. അപ്പോൾ പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ, ഉദാനൻ എന്ന് പറയുന്ന ഈ 5 പ്രക്രിയകളും ഈ 5 പ്രവൃത്തികളും ചെയ്യുന്ന ശക്തിയായ പ്രാണൻ ഞാനല്ല. അപ്പൊ ഇത് 5ഉം ഞാനല്ല, ഇതിലൂടെ പ്രവർത്തിക്കുന്ന പ്രാണനും ഞാനല്ല. ഏറ്റവും സൂക്ഷ്മമായ തത്വങ്ങൾ എല്ലാം എടുത്തെടുത്ത് ഇത് ഞാനല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ധ്യാനം അത്രയും ഉയർത്തുകയാണ് ആചാര്യസ്വാമികൾ ചെയ്യുന്നത്. ആദ്യം എളുപ്പമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സൂക്ഷ്മമായ കാര്യങ്ങളിലേക്ക് കുറേശ്ശെ കൊണ്ടുവന്ന് നമ്മളെ ഉയർത്തുകയാണ്. അതുകൊണ്ട് നച പ്രാണസഞ്ജ്ഞോ നവൈ പഞ്ചവായു ഇത് പറഞ്ഞു. ഇനി പറയുന്നു നവാ സപ്ത ധാതുർ. 7 ധാതുക്കളുണ്ട് ദേഹത്തിൽ. ഈ 7 ധാതുക്കളും ഞാനല്ല. ഏതാണ് 7 ധാതുക്കൾ? രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം. ഈ 7 എണ്ണത്തിനെയാണ് ധാതുക്കൾ എന്ന് വിളിക്കുക, സപ്തധാതുക്കൾ എന്ന് വിളിക്കുക. രസം എന്ന് പറയുന്നത് നമ്മൾ അന്നത്തിൽ നിന്നും ഊറ്റിയെടുത്തിട്ടുള്ള രസം തന്നെയാണ്. അത് നമ്മുടെ ദേഹത്തുണ്ട്. രക്തമുണ്ട്, അതെല്ലായിടത്തേക്കും എത്തിക്കുന്നത് രക്തമാണ്. മാംസം, മസിൽസ് എന്ന് പറയാം. മേധസ്, കൊഴുപ്പ്, ഫാറ്റ് എന്ന് പറയാം. അസ്ഥി, ബോൺ. മജ്ജ, മാരോ. ശുക്ലം എന്ന് പറയുന്നത് നമുക്ക് ഓജസ്സിനെ പ്രദാനം ചെയ്യുന്ന ശക്തിയാണ്. വീര്യമായിട്ടൊക്കെ പറയുന്നത് ശുക്ലമാണ്. ഇങ്ങനെ 7 ധാതുക്കളുണ്ട്. നമ്മുടെ ദേഹം നിർമ്മിച്ചിട്ടുള്ളത് ഈ 7 ധാതുക്കളെ കൊണ്ടാണ്. അപ്പൊ ഇതിലേതെങ്കിലും ഒന്നാണോ ഞാൻ? അല്ല. അപ്പൊ ഒരു വ്യക്തി അവനവനെ തന്നെ അന്വേഷിക്കുകയാണ്, സ്വസ്വരൂപാനുസന്ധാനം നടത്തുകയാണ്. അതാണ് ഞാൻ പഞ്ചപ്രാണനുമല്ല, ഞാൻ സപ്തധാതുവുമല്ല. അപ്പോഴോ നവാ പഞ്ചകോശ, ഞാൻ 5 കോശങ്ങളുമല്ല. ഞാൻ എന്ന് പറയുന്നതിന് പുറത്ത് 5 ആവരണങ്ങളെ ഉപനിഷത്ത് കൽപ്പിക്കുന്നുണ്ട്. ആ 5 ആവരണങ്ങളെയാണ് കോശങ്ങൾ, പഞ്ചകോശങ്ങൾ എന്ന് വിളിക്കുന്നത്. അത് പറയപ്പെടുന്നത് അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്ന് 5 തരം കോശങ്ങൾ, 5 ആവരണങ്ങൾ ഉണ്ടെന്നാണ്.
അന്നമയം എന്ന് പറഞ്ഞാൽ ദേഹം എന്ന ആവരണം. അന്നത്തിൽ നിന്നും ജനിക്കുന്നതെന്തോ, അന്നത്താൽ നിർമ്മിതമായതെന്തോ അതാണ് അന്നമയം. അതിൻ്റെ ഉള്ളിൽ ഈ ശക്തി പ്രവർത്തിക്കുന്നത് നമ്മൾ പറഞ്ഞു, പ്രാണന്റെ സഞ്ചാരമുള്ളത്, അതാണ് പ്രാണമയമായ കോശം. അതിൻ്റെയും ഉള്ളിൽ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, അഹങ്കരിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന മനസ്സും ചിത്തവും അഹങ്കാരവുമായിട്ടുള്ളതാണ് മനോമയ കോശം. അതിൻ്റെയും ഉള്ളിൽ ഈ മനസ്സിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷിയുണ്ട്. ആ സാക്ഷിഭാവത്തിലുള്ളതാണ് വിജ്ഞാനമയ, അതായത് ബുദ്ധിയുടെ ഭാവമാണ് വിജ്ഞാനമയ കോശം. അതിൻ്റെയും ഉള്ളിൽ ആനന്ദമയ കോശമുണ്ട്. ഈ ആനന്ദമയ കോശത്തെയാണ് കാരണശരീരമായിട്ട് വിളിക്കുന്നത്. സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്ന് പറഞ്ഞ് മൂന്നായിട്ട് തിരിക്കാറുണ്ട്. അതിലെ അന്നമയത്തെ സ്ഥൂലമായും മനോമയവും വിജ്ഞാനമയവും പ്രാണമയവും സൂക്ഷ്മമായിട്ടും പറയാറുണ്ട്. അപ്പോൾ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം. അത് കഴിഞ്ഞാൽ മൂന്നാമതായി പറയുന്ന കാരണശരീരമാണ് ആനന്ദമയ കോശം. അവിടെ നമ്മൾ നിദ്രയിൽ അനുഭവിക്കുന്നത് എന്തോ അതാണ് ആ തലം. ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു അനുഭവം നമുക്കുണ്ട്. അതൊരു ആനന്ദം നൽകുന്നതാണ്. വാസ്തവത്തിൽ ആനന്ദം എന്നതിനെ വിളിക്കാൻ പറ്റില്ലെങ്കിലും നമ്മുടെ തലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന, ആത്മാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അതാണ്. അതുകൊണ്ട് അതിനെ ആനന്ദമയം എന്ന് വിളിച്ചിരിക്കുന്നു. അത് കാരണശരീരമാണ്. നിദ്രയിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖമാണ്. ഇതാണ് 5 കോശങ്ങൾ: അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. ഈ പഞ്ചകോശങ്ങളും ഞാനല്ല. അപ്പൊ ഇവിടെ എന്തൊക്കെ പറഞ്ഞു? ഞാൻ പ്രാണനല്ല, പ്രാണന്റെ ശക്തിയിലൂടെ പ്രവർത്തിക്കുന്ന 5 വായുക്കളും ഞാനല്ല, സപ്തധാതുക്കളും ഞാനല്ല, പഞ്ചകോശങ്ങളും ഞാനല്ല. പല വ്യക്തികളും ഇങ്ങനെയൊക്കെ പലതും ഉള്ളിലുണ്ടെന്ന് തന്നെ അറിയുന്നില്ല, കാരണം നിരീക്ഷണമില്ല. അപ്പൊ അവർക്ക് ആ നിരീക്ഷണം പ്രദാനം ചെയ്യുക കൂടിയാണ് ഇവിടെ ആചാര്യസ്വാമികൾ. ഒന്ന് നിരീക്ഷിക്കൂ, നിന്നിൽ എന്തൊക്കെയുണ്ടെന്ന് നീ ഒന്ന് അറിയൂ. അപ്പൊ നമ്മളൊരു നാട്ടിൽ താമസിക്കുമ്പോൾ ആ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയുമ്പോഴാണ് ആ നാട്ടിൽ സജീവമായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നത്, നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഒരു രാജാവ് ഒരു രാജ്യം ഭരിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിനെ കുറിച്ച് നല്ല അറിവ് അയാൾക്കുണ്ടാവണം. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ആരൊക്കെ വസിക്കുന്നുണ്ട്, ആര് വരുന്നുണ്ട്, ആര് പോകുന്നുണ്ട്, എല്ലാം അറിയണം. അങ്ങനെ എത്ര നല്ല അറിവ് അയാൾക്കുണ്ടോ, എത്ര ഇൻഫർമേഷൻ അയാൾക്കുണ്ടോ, അത്രയും നന്നായി അയാൾക്ക് പ്രവർത്തിക്കാൻ, ഭരിക്കാൻ സാധിക്കും. അതേപോലെ നമ്മൾ ഈ ശരീരത്തിൽ വസിക്കുന്നവരാണ്, എത്രയോ കാലമായി വസിക്കുന്നവരാണ്. അപ്പൊ ഈ ശരീരത്തിൽ എന്തൊക്കെയുണ്ട്, ഇതിന്റെ ഘടന എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയും. ആ അറിവ് ആർഷപ്രോക്തമായി നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ആ അറിവിനെ ഒന്ന് ഓർമ്മിച്ചെടുക്കുകയാണ് ആചാര്യസ്വാമികൾ ഇവിടെ. ഋഷിപ്രോക്തമായിട്ടുള്ള അറിവാണ്. അപ്പോൾ ഈ അറിവിനെ ഇങ്ങനെ ഓരോരോ ഘടനകളായി നോക്കി ഇതൊന്നും ഞാനല്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഉണ്ടെന്നുള്ള അറിവും നമുക്ക് കിട്ടി. കാരണം പലർക്കും ഇപ്പൊ കോശവും അതുപോലെ ശരീരങ്ങളുടെ ഭേദവും ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പൊ അതൊക്കെ അറിയാനുള്ളൊരു അവസരമായിട്ടും ആചാര്യസ്വാമികൾ ഇവിടെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാൻ പ്രാണനല്ല, പഞ്ചവായുവല്ല, സപ്തധാതുവല്ല, പഞ്ചകോശങ്ങളല്ല. അത് കഴിഞ്ഞ് പറയുന്നു ന വാക് പാണി പാദൗ ന ചോപസ്ഥ പായു. നേരത്തെ ഇന്ദ്രിയങ്ങൾ 2 തലമുണ്ടെന്ന് പറഞ്ഞു, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. അതിലെ ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും രണ്ടും കൂടിയതാണ് ബഹിർകരണങ്ങൾ എന്ന് പറഞ്ഞു. അതിലെ ജ്ഞാനേന്ദ്രിയങ്ങൾ 5 എണ്ണം നമ്മൾ കണ്ടു. ചെവി, കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക് എന്ന 5 എണ്ണമാണ്. അത് കഴിഞ്ഞ് 5 കർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടെന്ന് പറയും. ആ 5 കർമ്മേന്ദ്രിയങ്ങളെയാണ് ഇവിടെ പറയുന്നത്. അതും ഞാനല്ല. ന വാക്ക്, സ്പീച്ചിന്റെ വാക്ക്, നമ്മൾ ശബ്ദം ഉച്ചരിക്കുന്നുണ്ടല്ലോ, അതിന്റെ ഇന്ദ്രിയമാണ് വാഗിന്ദ്രിയം, അത് ഞാനല്ല. പാണി പാദവ്, പാണി എന്നാൽ കയ്യൊരു ഇന്ദ്രിയമാണ്, അത് ഞാനല്ല. പാദം, കാലിന്ദ്രിയമാണ്. കാരണം ഗമിക്കാൻ സഹായിക്കുന്ന കരണമാണ് കാല്, ഗ്രഹിക്കാൻ സഹായിക്കുന്നതാണ് കൈ. ഇത് 2 ഇന്ദ്രിയങ്ങളാണ്, ഇത് 2 ഞാനല്ല. അത് കഴിഞ്ഞ് പറഞ്ഞു ന ചോപസ്ഥ, ഉപസ്ഥം ഞാനല്ല. ഉപസ്ഥം എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയമാണ്. പായു ഞാനല്ല. പായു എന്ന് പറഞ്ഞാൽ വിസർജനേന്ദ്രിയമാണ്. അപ്പൊ 5 ഇന്ദ്രിയങ്ങളുണ്ട്: വാക്ക്, പാണി, പാദം, ഉപസ്ഥം, പായു. ഈ 5 കർമ്മേന്ദ്രിയങ്ങളും ഞാനല്ല. ജ്ഞാനേന്ദ്രിയങ്ങളും ഞാനല്ല, അനുഭവിക്കുന്നവനും ഞാനല്ല, പ്രവർത്തിക്കുന്നവനും ഞാനല്ല. ഇത് 2ഉം ഞാനല്ല. എൻ്റെ സാന്നിധ്യത്തിൽ ഇവ പ്രവർത്തിക്കുന്നു, പക്ഷെ ഇതൊന്നും ഞാനല്ല എന്ന് ആചാര്യസ്വാമികൾ വ്യക്തമാക്കുകയാണ് നമുക്ക് വേണ്ടി. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അപ്പോൾ പിന്നെ ഞാൻ ആരാ? ചിദാനന്ദരൂപനാണ്, ശിവനാണ്. ശിവം എന്നാൽ ആത്മാവ്, ശിവം എന്നാൽ മോക്ഷം, ശിവം എന്നാൽ ആനന്ദം, ശിവം എന്നാൽ ചിത്ത്. അപ്പോൾ ചിദാനന്ദമാണ്, ശിവമാണ്. വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തത്, എല്ലാവരും അന്വേഷിക്കുന്നത്, എല്ലാത്തിൻ്റെയും മൂലത്തിലുള്ളത് എന്നൊക്കെ വിളിക്കാവുന്ന ആ വസ്തു, അതാണ് ഞാൻ. ആചാര്യസ്വാമികൾ 2ാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെയാണ് ഉപദേശിക്കുന്നത്.
ന ച പ്രാണസഞ്ജ്ഞോ ന വൈ പഞ്ചവായുർന വാ സപ്തധാതുർന വാ പഞ്ചകോശ ന വാക്പാണിപാദൗ ന ചോപസ്ഥപായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. ന മേ ദ്വേഷരാഗൗ ന മേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഞാൻ എന്തല്ല എന്നൊക്കെ പറഞ്ഞു. ഇനി എനിക്ക് എന്തെല്ലാം ഇല്ല എന്ന് പറയാണ്. കാരണം ഈ പല വസ്തുക്കൾക്കും ഉള്ളതിനെ, പ്രത്യേകിച്ചും മനസ്സിനുള്ളതിനെയാണ് എൻ്റേതെന്ന് ഞാൻ ധരിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ അത് എൻ്റെ അല്ല. ഇപ്പൊ മോക്ഷം എന്ന് പറയുന്നത് നേടിയെടുക്കുന്ന ഒന്നല്ല എന്ന് പറഞ്ഞു. അത് എൻ്റെ സ്വരൂപമാണ്. പക്ഷെ ഞാനത് അറിയുന്നില്ല. എന്നിട്ട് പകരം വേറെ എന്തൊക്കെയാണെന്ന് ഞാൻ ധരിക്കുകയാണ്. ആ തെറ്റിദ്ധാരണകളെ തച്ചുടയ്ക്കുകയാണ് ആചാര്യസ്വാമികൾ ഇവിടെ. അദ്ദേഹം പറയുന്നു, എനിക്ക് നമേ ദ്വേഷരാഗവും, എനിക്ക് ദ്വേഷവുമില്ല രാഗവുമില്ല. ഒരു വസ്തുവിനോട് തോന്നുന്ന അട്രാക്ഷനാണ് രാഗം. അത് വേണമെന്ന് നമുക്ക് തോന്നും. ഒരു വസ്തുവിനോട് തോന്നുന്ന റിപ്പൾഷനാണ് ദ്വേഷം. അത് വേണ്ട എന്ന് നമുക്ക് തോന്നും. അപ്പൊ ചിലത് വേണമെന്നും ചിലത് വേണ്ട എന്നും ചിന്തിച്ചുകൊണ്ടേ നമ്മൾ ഇരിക്കുന്നു. ഈ ഭാവം ചിന്തിക്കുന്നത് ആരാ? മനസ്സാണ്. അപ്പൊ രാഗവും ദ്വേഷവും ആർക്കാ? മനസ്സിനാണ്. എനിക്കില്ല. അതുകൊണ്ട് നമേ ദ്വേഷരാഗവും നമേ ലോഭമോഹവും. എത്ര കിട്ടിയാലും മതിയാവില്ല. വീണ്ടും വേണം 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 എന്നുള്ള വാഞ്ചയാണ് ലോഭം. അതെനിക്കില്ല. അത് മനസ്സിനുണ്ട്, എനിക്കില്ല. മോഹം, ഇല്ലാത്തതുണ്ടെന്ന തോന്നൽ, ഉള്ളത് ഇല്ല എന്ന് കരുതുന്നത്, ഇത് രണ്ടും മോഹമാണ്. ഡെല്യൂഷൻ എന്നാണ് ഇംഗ്ലീഷിൽ അതിനർത്ഥം. എനിക്ക് ലോഭവുമില്ല മോഹവുമില്ല. മനസ്സിൽ അത് കണ്ടെന്ന് വരാം, ലോഭം കണ്ടെന്ന് വരാം, മോഹം കണ്ടെന്ന് വരാം. എനിക്കതില്ല. കാരണം ഞാനതല്ല. ഞാൻ മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ചിത്തമല്ല. അതുകൊണ്ട് എനിക്ക് ദ്വേഷരാഗവുമില്ല ലോഭമോഹവുമില്ല. മദോ നൈവമേ, എനിക്ക് മതമില്ല. മതം എന്നാൽ ഗർവ്. ഗർവ് മനസ്സിനുണ്ടാവാം. മനസ്സെന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വലിയൊരു സംഭവമാണെന്ന് അത് ഗർവിച്ചെന്ന് വരാം. പക്ഷെ എനിക്ക് മനസ്സില്ല, ഞാൻ മനസ്സല്ല, ഞാൻ അതിൽ നിന്നും വിട്ടു നിൽക്കുന്നതാണ്. അപ്പൊ മനസ്സിനുള്ളതെല്ലാം എന്നിൽ ചാർത്താൻ നിൽക്കണ്ട. അത് അതിൻ്റെ ദോഷം, അതിൻ്റെ ഗുണം, അത് അതിന് കൊടുത്തോളൂ. എനിക്കതൊന്നുമില്ല. അപ്പൊ എനിക്ക് മതമില്ല. നൈവ മാത്സര്യ ഭാവ, എനിക്ക് മാത്സര്യ ഭാവവുമില്ല. മാത്സര്യം എന്ന് പറഞ്ഞാൽ മത്സരഭാവം. മത്സരഭാവം എപ്പോഴാണ്? അവനേക്കാൾ കേമൻ ഞാനാവണം. അപ്പൊ മറ്റുള്ളവരെ തോൽപ്പിക്കണം. അതായത് സ്വയം ആനന്ദിക്കുന്നതിന് പകരം മറ്റുള്ളവരെ ഇകഴ്ത്തിക്കൊണ്ട് അവരുടെ പരാജയത്തിലൂടെ നമ്മൾ ഉയരുക. അതെന്തുകൊണ്ടാണ് നമുക്ക് ആ മാത്സര്യഭാവം ഉണ്ടാവുന്നത്? നമ്മുടെ ഉള്ളിൽ അസന്തുഷ്ടിയുള്ള സമയത്താണ്. ഉള്ളിൽ സന്തുഷ്ടമായിരിക്കുന്ന സമയത്ത് മാത്സര്യഭാവം ഉണ്ടാവില്ല. മനസ്സിന് എപ്പോഴും അസന്തോഷമാണ്. ഒരിക്കലും തൃപ്തിയില്ല. കാരണം അതിൽ പറഞ്ഞ ദ്വേഷമുണ്ട്, രാഗമുണ്ട്, ലോഭമുണ്ട്, മോഹമുണ്ട്. അതുകൊണ്ട് അതിനെപ്പോഴും മതവും ഉണ്ടാവും, മാത്സര്യവും ഉണ്ടാവും. മറ്റുള്ളവരുടെ നേർക്ക് സ്വയം വലിയ സംഭവമാണെന്ന് ഗർവിക്കുകയും മറ്റുള്ളവരൊന്നും പോരാ, അതുകൊണ്ട് ആരും തന്നെ കടത്തിവിടാൻ പാടില്ല എന്നുള്ള മാത്സര്യഭാവവും മനസ്സിനുണ്ടാവും. ഞാൻ പക്ഷേ മനസ്സല്ല, അതുകൊണ്ട് എനിക്കിതൊന്നുമില്ല. ഇവിടെ മദോ നൈവ മേ നൈവ മാത്സര്യ ഭാവ എന്നാണ് വായിച്ചത്. അത് തന്നെ ചില പാഠങ്ങളിൽ നമേ വൈ മദോ എന്ന് തിരുത്തി വായിക്കുന്നുണ്ട്. രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെ ആയതുകൊണ്ട് ഏതെടുത്താലും കുഴപ്പമില്ല. പക്ഷെ പ്രസിദ്ധമായ പാഠം ഇതാണ്. അപ്പോൾ മദോ നൈവ മേ നൈവ മാത്സര്യ ഭാവ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷ. ഒരു വ്യക്തി ഇവിടെ ജീവിക്കണമെങ്കിൽ അയാൾക്ക് 4 കാര്യങ്ങൾ വേണം എന്ന് പറയും. അപ്പോൾ വ്യക്തിയെ പുരുഷൻ എന്ന് വിളിക്കും. പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണെന്നർത്ഥമല്ല. പുരത്തിൽ വസിക്കുന്നത് എന്തോ, പുരം എന്നാൽ ദേഹം, ദേഹത്തിൽ വസിക്കുന്നതെല്ലാം പുരുഷന്മാരാണ്. അപ്പോൾ ഓരോ ജീവനെയുമാണ് പുരുഷ ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആ ജീവൻ നേടിയെടുക്കേണ്ടത് എന്തോ അതാണ് പുരുഷാർത്ഥം. അപ്പൊ ജീവന്റെ ലക്ഷ്യങ്ങളാണ് എന്തൊക്കെയാണ്? 4 എണ്ണമാണ്. അതുകൊണ്ട് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയും. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതാണ് 4 എണ്ണം. എന്നെ ഞാനാക്കി നിലനിർത്തുന്നതെന്തോ, എനിക്ക് സഹജമായിട്ടുള്ളതെന്തോ അതാണ് ധർമ്മം. അപ്പൊ എൻ്റെ സ്വഭാവം, അതിനനുസരിച്ചുള്ള കർമ്മം, ഇതെല്ലാം ധർമ്മമാണ്. ഇത് ഞാൻ മുറുക്കെ പിടിക്കണം. ഒരു ജീവൻ ഇത് മുറുക്കെ പിടിക്കണം. അങ്ങനെ മുറുക്കെ പിടിച്ചുകൊണ്ട് അവൻ വ്യവഹരിക്കണം. അങ്ങനെ വ്യവഹരിക്കുന്ന സമയത്ത് അവൻ പലതും സമ്പാദിക്കും, പലതും നേടും. ഇതാണ് അർത്ഥം. ഇങ്ങനെ നേടുന്ന അർത്ഥത്തിലൂടെ അവൻ അവൻ്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കണം. ഇതാണ് കാമം. അങ്ങനെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാതെയായി പ്രവൃത്തികളെല്ലാം അവസാനിച്ച് അവൻ ശാന്തമാകുന്നതാണ് മോക്ഷം.
ഇത് 4 പുരുഷാർത്ഥങ്ങളാണെന്ന് പറയുന്നു. ജീവൻ ശ്രമിക്കണമെന്ന് പറയുന്നു. ആചാര്യസ്വാമികൾ പറയുന്നു ഇത് 4 എനിക്കില്ല. കാരണം ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ളത് മനസ്സിന്റെ തലത്തിലേ ഉള്ളൂ. മനസ്സിനാണ് ആഗ്രഹങ്ങളുള്ളത്, മനസ്സിനാണ് ധർമ്മമുള്ളത്, മനസ്സിനാണ് സ്വഭാവവും അതിനനുസരിച്ചുള്ള കർമ്മവും ഉള്ളത്. എനിക്കെന്താണ്? എനിക്കൊന്നുമില്ല. ഈ പറഞ്ഞ ഭേദങ്ങളൊന്നും എനിക്കില്ല. അപ്പൊ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇതെനിക്കില്ല. ഇപ്പൊ ഇവിടെ ഈ കൃതിയുടെ പേര് തന്നെ നിർവാണ ഷട്കം എന്നാണ്. മോക്ഷത്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഇപ്പൊ മോക്ഷം ഇല്ല എന്ന് പറയുമ്പോഴോ, മോക്ഷം നേടിയെടുക്കേണ്ട ആവശ്യം എനിക്കില്ല. അത് അർത്ഥിക്കേണ്ട, കാരണം ഇല്ലാത്തതിനെയല്ലേ നമ്മൾ അർത്ഥിക്കുന്നത്. ഇവിടെ എൻ്റെ സ്വരൂപം തന്നെ മോക്ഷമാണ്. ഞാൻ ആത്മാവാണ്, ചിദാനന്ദ രൂപനാണ്, ശിവനാണ്. ആവർത്തിച്ചിട്ടാണ് പറയുന്നത്. അതാണ് ഞാൻ. പിന്നെ എനിക്ക് ഇല്ലാത്തതല്ലാതെ ഞാൻ നിത്യമുക്തനാണ്. പിന്നെ മോക്ഷം നേടേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഈ 4 പുരുഷാർത്ഥങ്ങളും എനിക്ക് ആവശ്യമില്ല. അത് മനസ്സിനുള്ളതാണ്, ജീവനുള്ളതാണ്. ആ ഭാവത്തിലുള്ളതിന് അത് കൽപ്പിച്ചു കൊടുക്കാം. എനിക്കതില്ല. ഞാൻ ഇതിനെല്ലാം അതീതമാണ്. മനസ്സിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. പക്ഷെ മനസ്സിനോട്, അന്തഃകരണത്തോട് ഒട്ടി നിൽക്കുന്ന വ്യക്തി ഇതൊക്കെ താനാണ്, തൻ്റേതാണെന്ന് തെറ്റിദ്ധരിച്ച് കഷ്ടപ്പെടുകയാണ്. ആ കഷ്ടപ്പെടുന്നവനോട് പറയാണ് ഇതൊന്നും നീയല്ല, ഇതൊന്നും നിന്റെയല്ല എന്ന് പറഞ്ഞ് ഇതം ന മമ എന്ന് പറഞ്ഞ് ത്യജിക്കാൻ പറയാണ്. അങ്ങനെ ഇത് എൻ്റെ അല്ല എന്ന് പറഞ്ഞ് ത്യജിക്കുമ്പോൾ ഈ ദ്വേഷവും, രാഗവും, ലോഭവും, മോഹവും, മതവും, മാത്സര്യവും, ധർമ്മവും, അർത്ഥവും, കാമവും, മോക്ഷവും ഒന്നും പിന്നെ അവനെ സ്പർശിക്കുന്നില്ല. അവൻ നിത്യമുക്തനായ വസ്തു, ചിദാനന്ദരൂപ ശിവോഹം. നമ്മൾ ഓരോരുത്തരുടെയും യാഥാർത്ഥ്യം ഇതാണ്. ഇത് അനുഭവിക്കുന്നത് വരെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. ദ്വേഷം, രാഗം തുടങ്ങിയ എല്ലാം അനുഭവിക്കണം. ചതുർവിധ പുരുഷാർത്ഥങ്ങളും നമ്മൾ അനുഭവിക്കുന്നു. എന്നാൽ ഇതറിഞ്ഞാൽ, ഞാൻ ആരെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ ഇതൊക്കെ കൊഴിഞ്ഞു പോകും. പാമ്പിന്റെ തൊലി കൊഴിഞ്ഞു പോകുന്നു, സ്വാഭാവികമായി പോകും. അത് ഉപേക്ഷിക്കേണ്ട ആവശ്യം പോലും വരില്ല. എന്നെ അറിഞ്ഞാൽ ഞാൻ നിത്യമുക്തനായി, ജീവൻ മുക്തനായി. ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. അവനവനെ അറിയുന്നതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം അവനവനെ അറിഞ്ഞാൽ ബാക്കി എല്ലാം തനിയെ ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് ആചാര്യസ്വാമികൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമേ ദ്വേഷരാഗൗ നമേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യ ഭാവ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷശ്ചിദാനന്ദരൂപ ശിവോഹം. 3-ാമത്തെ ശ്ലോകമായിരുന്നു. അടുത്തത് 4-ാമത്തെ ശ്ലോകമാണ്. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദ ന യജ്ഞ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപ ശിവോഹം. മനസ്സിനുള്ളതായ പല കാര്യങ്ങൾ പറഞ്ഞു. ഇനി മനസ്സ് നേടാൻ ശ്രമിക്കുന്ന, മനസ്സ് അനുഭവിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതും മനസ്സിനുള്ളതാണ്, എനിക്കുള്ളതല്ല. ഞാൻ അതൊന്നുമല്ല എന്ന് വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. അപ്പൊ ഇവിടെ പറയുന്നു ന പുണ്യം ന പാപം. എനിക്ക് പുണ്യവുമില്ല, പാപവുമില്ല. ഞാൻ പുണ്യവുമല്ല, പാപവുമല്ല. എങ്ങനെയും എടുക്കാം. കാരണം പുണ്യപാപങ്ങൾ എന്ന് പറയുന്നത് മനസ്സിന്റെ തലത്തിലുള്ളതാണ്. പുണ്യപാപങ്ങൾ മനസ്സിന് സമ്പാദിക്കാനും നഷ്ടപ്പെടുത്താനും സാധിക്കും. എനിക്കതെങ്ങനെ? എന്നിൽ നിന്ന് അന്യമായിട്ട് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിലല്ലേ എനിക്ക് പ്രവൃത്തിയുള്ളൂ. എനിക്ക് പ്രവൃത്തിയേ ഇല്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നൈഷ്കർമ്മ്യം ആരറിയുന്നുവോ അവനാണ് ശ്രേഷ്ഠൻ എന്ന് ഭഗവത്ഗീത പറയും. കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുക എന്ന ഒരു ഭാവം ഗീത അവതരിപ്പിക്കുന്നുണ്ട്. അതിന്റെ രഹസ്യം ഇതാണ്. കാരണം ആത്മഭാവത്തിൽ ഒരു കർമ്മവുമില്ല. കാരണം ആത്മഭാവത്തിൽ ഭേദമില്ല, രണ്ടില്ല. രണ്ടുണ്ടെങ്കിലേ പ്രവൃത്തിയുള്ളൂ. നേടണമെങ്കിലും നഷ്ടപ്പെടണമെങ്കിലും ഒക്കെ രണ്ടുണ്ടാവണം. ആ രണ്ടേ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതാണ് അദ്വൈത ബോധം, അതാണ് ആത്മാവ്. ശിവൻ എന്ന് വിളിക്കുന്നത് അതിനെയാണ്. അങ്ങനെ ഇരിക്കുന്ന എനിക്ക് ഈ ദ്വൈതം എവിടുന്ന്, പുണ്യം എവിടുന്ന്, പാപം എവിടുന്ന്? എനിക്കില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് എനിക്ക് പുണ്യം കിട്ടാനും പോകുന്നില്ല, ചെയ്യാത്തത് കൊണ്ട് പാപം കിട്ടാനും പോകുന്നില്ല. മനസ്സിനത് കിട്ടിയെന്ന് വരും, എന്നെ അത് ബാധിക്കുന്നില്ല. ന സൗഖ്യം ന ദുഃഖം. എനിക്ക് സൗഖ്യവുമില്ല, ദുഃഖവുമില്ല. ഇപ്പോൾ രാഗദ്വേഷങ്ങൾ ഉള്ളതാർക്കാ? മനസ്സിനാണ്. രാഗദ്വേഷങ്ങൾ ഉള്ളത് കൊണ്ടാണ് സുഖവും ദുഃഖവും ഉണ്ടാവുന്നത്. ആഗ്രഹിക്കുന്നത് കിട്ടിയാൽ സുഖം, കിട്ടാതിരുന്നാൽ ദുഃഖം. ആഗ്രഹിക്കാത്തത് കിട്ടിയാൽ ദുഃഖം, കിട്ടാതിരുന്നാൽ സുഖം. അപ്പോൾ സൗഖ്യവും ദുഃഖവും രാഗദ്വേഷങ്ങളിൽ നിന്നാണ് ജനിക്കുന്നത്. രാഗദ്വേഷങ്ങൾ മനസ്സിനാണ്. അതിൽ നിന്നുണ്ടാകുന്ന സൗഖ്യവും ദുഃഖവും അനുഭവിക്കുന്നത് മനസ്സാണ്. ഞാൻ മനസ്സല്ല, ഞാൻ ചിദാനന്ദ രൂപനാണ്. അപ്പൊ ഇതെനിക്കില്ല, സൗഖ്യവുമില്ല, ദുഃഖവുമില്ല. ന മന്ത്രോ, എനിക്ക് മന്ത്രമില്ല. മന്ത്രം എന്താണ്? മനനം ചെയ്യാനുള്ളതാണ്. മനനം ചെയ്ത് ചെയ്യുന്നവന് രക്ഷ നൽകുന്നതാണ് മന്ത്രം. മന്ത്രത്തിന് സൂക്ഷ്മമായ ശക്തിവിശേഷങ്ങളുണ്ട്.
അപ്പോൾ ഒരു വ്യക്തി മനനം ചെയ്ത് രക്ഷയെ സമ്പാദിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു പ്രവൃത്തി തന്നെ എനിക്കില്ല. കാരണം ഞാൻ നിത്യവസ്തുവാണ്. എന്നെ ഉപദ്രവിക്കത്തക്കതായിട്ടൊന്നുമില്ല, എന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ആ ഏകമേവാദ്വിതീയമായ വസ്തുവായ ഞാൻ എന്നിൽ നിന്നും രക്ഷ നേടാനാണ്, എന്തിനെക്കുറിച്ച് മനനം ചെയ്യാനാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് മന്ത്രമില്ല. ന തീർത്ഥം. തീർത്ഥം എന്നാൽ പവിത്ര സ്ഥാനം എന്നാണ്. അപ്പൊ തീർത്ഥാടനം എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത്. പവിത്രമായ സ്ഥാനങ്ങളൊന്നും എനിക്കില്ല. ഇന്ന സ്ഥലത്ത് പോയാൽ പുണ്യം, കാരണം ആദ്യം തന്നെ പറഞ്ഞു പുണ്യവും ഇല്ല പാപവും ഇല്ല. പുണ്യം സമ്പാദിക്കാനായിട്ടാണ് നമ്മൾ തീർത്ഥസ്ഥലങ്ങളിൽ പോകുന്നത്. അത്തരം സ്ഥലങ്ങളിൽ പോയാൽ നമ്മുടെ പാപങ്ങൾ കുറയുമെന്നും പുണ്യങ്ങൾ കിട്ടുമെന്നുമാണ് വിശ്വാസം. എന്നാൽ ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്നു, എനിക്ക് പുണ്യവും ഇല്ല പാപവും ഇല്ല, പിന്നെ എനിക്ക് എന്ത് തീർത്ഥം? ഞാൻ എവിടെ പോയിട്ട് ശുദ്ധി നേടാനാണ്? കാരണം ഞാൻ നിത്യശുദ്ധ വസ്തു, ശിവനാണ് ഞാനാണ് ശിവൻ. ഈ ലോകത്തിൽ മംഗളം എന്ന് പറഞ്ഞ് അന്വേഷിക്കുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ എനിക്ക് എന്ത് തീർത്ഥം? അപ്പൊ എനിക്ക് മന്ത്രവുമില്ല തീർത്ഥവുമില്ല. ന വേദ ന യജ്ഞ. എനിക്ക് വേദങ്ങളില്ല. വേദങ്ങൾ എന്താണ്? അതിനെ സ്തുതിക്കുന്നു. ഏതിനെ? സത്തിനെ, നിത്യമുള്ളതിനെ, പരിണാമമില്ലാത്തതിനെ, സനാതനമായതിനെ സ്തുതിക്കുന്നു. ആ സ്തുതികളാണ് മുഴുവൻ വേദത്തിൽ. അതിൻ്റെ സാരമാണ് വേദത്തിലുള്ളത്. ഞാൻ ആരെ സ്തുതിക്കാനാ? ഞാൻ തന്നെയാണ് ആ സനാതന വസ്തു, ഞാൻ തന്നെയാണ് ആ സദ്വസ്തു. അപ്പൊ എനിക്ക് ഈ സൂക്തങ്ങളൊന്നും എനിക്ക് ബാധകമല്ല. കാരണം ഭേദമില്ല. എന്നിൽ നിന്ന് അന്യമായതൊന്നും ഉണ്ടെങ്കിലേ ആ ഒന്നിനെ ഞാൻ സ്തുതിക്കേണ്ടതുള്ളൂ, ആ ഒന്നിനെ കുറിച്ച് ഞാൻ പറയേണ്ടതുള്ളൂ. അതുകൊണ്ട് എനിക്ക് വേദമില്ല. വേദങ്ങളൊന്നും എനിക്കില്ലെങ്കിൽ പിന്നെ യജ്ഞങ്ങൾ എവിടെ ഉണ്ടാവാനാണ്? യജ്ഞം എന്നാൽ സമർപ്പണമാണ്, കൊടുക്കലാണ്. ഭക്തരെപ്പോഴും ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി കൊടുക്കലാണ്, ഭഗവാന് സമർപ്പിക്കുകയാണ്. പക്ഷെ ഇവിടെ അവനവൻ സ്വസ്വരൂപാനുസന്ധാനം നടത്തിക്കൊണ്ട് തിരിച്ചറിയാണ് ഞാൻ ചിദാനന്ദ രൂപനാണ്, ശിവനാണെന്ന്. അങ്ങനെയുള്ള ഞാൻ ആർക്ക് സമർപ്പിക്കാനാണ്? എങ്ങനെ സമർപ്പിക്കാനാണ്? അദ്വൈതത്തിന്റെ പരാകാഷ്ഠയിൽ എത്തി നിൽക്കുന്ന ആചാര്യസ്വാമികൾ ആ തലം നമുക്ക് കാട്ടിത്തരികയാണ്. അപ്പൊ നമ്മൾ ആ തലത്തിലേക്ക് ഉയരണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അനുഭവത്തിൽ വരാത്തവർ ഇത് അഭിനയിക്കാൻ പാടില്ല. ആചാര്യസ്വാമികൾ തൻ്റെ തലം നമുക്ക് പകർന്നു നൽകുന്നു. ആ തലം ഉണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് നമ്മൾ അവിടെ എത്താൻ ശ്രമിച്ച് നമ്മൾ അത് നേടിയെടുത്താൽ പിന്നെ ആ അനുഭവം നമുക്ക് സിദ്ധമായി. അതല്ലാതെ മനസ്സിൽ ഇത് വെച്ചുകൊണ്ട് ആചാര്യൻ ഇങ്ങനെ പറഞ്ഞു, അപ്പൊ എനിക്കും അതുപോലെയാണ്, അപ്പൊ എനിക്ക് പുണ്യവും ഇല്ല പാപവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കാൻ അതിൽ കുടുങ്ങിയിരിക്കുന്നവനാണ് അവൻ. വീണ്ടും വീണ്ടും സംസാരത്തിൽ കടന്ന് കറങ്ങും. അപ്പൊ അനുഭവ സമ്പത്തുള്ളത് വരെയും ഋഷി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം. അതിൽ നിന്നും ഉയർന്ന് നമ്മൾ നമ്മളെ തിരിച്ചറിയുമ്പോൾ പിന്നെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒക്കെ തനിയെ കൊഴിഞ്ഞു പോകും. പിന്നെ അതൊന്നും നമ്മളെ സ്പർശിക്കുക പോലുമില്ല, അത് ഇല്ലാതെയാവും, അപ്രത്യക്ഷമാവും. അപ്പോൾ അനുഭവത്തിന്റെ തലത്തിലാണ് എനിക്ക് വേദവുമില്ല യജ്ഞവുമില്ല, എനിക്ക് സമർപ്പണങ്ങളൊന്നുമില്ല. അദ്വൈത ബോധം ഉറച്ച ആള് ആ ബോധത്തെ വർണ്ണിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് വേദങ്ങളുമില്ല യജ്ഞങ്ങളുമില്ല, ഞാൻ ആർക്ക് സമർപ്പിക്കാം? ഞാൻ തന്നെ ശിവൻ. ഞാൻ ആർക്കാണ് സമർപ്പിക്കേണ്ടത്? ഞാൻ ചിദാനന്ദ വസ്തു. എന്നിൽ നിന്ന് അന്യമായി എന്തിനെങ്കിലും കണ്ടാലല്ലേ സമർപ്പിക്കാൻ പറ്റൂ. സമർപ്പിക്കണമെങ്കിൽ വസ്തു വേണം, സമർപ്പിക്കപ്പെടുന്നവനും വേണം. ഇത് രണ്ടുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് വേദവുമില്ല യജ്ഞങ്ങളുമില്ല. അപ്പോൾ ഒരു സാധാരണ പ്രാകൃതമായ തലത്തിൽ, പ്രാഥമികമായ തലത്തിൽ നിൽക്കുന്ന ആൾ ഇതെല്ലാം കേട്ടിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഋഷി സാധാരണക്കാർക്ക് ചെയ്യേണ്ടതായ കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചെയ്യാൻ പാടില്ലാത്തതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ച് ഉയരാൻ ശ്രമിക്കണം. അത് സാധാരണ തലത്തിൽ. അങ്ങനെ ഉയർന്ന് എന്നാണോ ഞാൻ എന്നെ തിരിച്ചറിയുന്നത്, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ഞാൻ സ്വാഭാവികമായും അറിയും. അങ്ങനെ അറിയേണ്ടതാണിത്. വെറുതെ മനസ്സിൽ ആശയം വെച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ളതല്ല. ഇത് അനുഭവമാകുന്നത് വരെയും പ്രവർത്തിച്ചാൽ ദോഷം തന്നെയാണ് ഫലം. അനുഭവിച്ചാൽ പിന്നെ പ്രവർത്തിക്കാൻ ഒന്നുമില്ല. അപ്പോൾ ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദ ന യജ്ഞ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത. 3 വസ്തുക്കളുണ്ട്. ത്രിപുടി എന്ന് പറയും. എന്താ 3? കാണുന്നവൻ, കാണപ്പെടുന്ന വസ്തു, കാഴ്ച. അനുഭവിക്കുന്നവൻ, അനുഭവിക്കപ്പെടുന്ന വസ്തു, അനുഭവം. ഇങ്ങനെ 3 എണ്ണമുണ്ട്. ഈ 3 എണ്ണത്തെയാണ് ഇവിടെ പറയുന്നത്. ഭോജനം എന്ന് പറഞ്ഞാൽ അനുഭവമാണ്. ഭോജ്യം എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്ന വസ്തുവാണ്. ഭോക്ത എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്നവനാണ്. ഈ 3ഉം എനിക്കില്ല. ഈ 3ഉം എനിക്കില്ല. കാരണം ഞാൻ ഏകം അദ്വിതീയമായ വസ്തുവാണ്. അദ്വിതീയം, രണ്ടില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ചിദാനന്ദമായ ശിവനാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ എന്ത് ഭുജിക്കാനാണ്? അപ്പൊ എനിക്ക് ഭുജിക്കത്തക്കതായി ഒന്നുമില്ല. ഭുജിക്കത്തക്കതായിട്ടില്ലെങ്കിൽ ഭോജനമില്ല, ഞാൻ ഭോക്താവുമല്ല. ഇപ്പോ ആത്മാവ് സാക്ഷിയാണെന്ന് പറയും.
ആത്മാവ് സാക്ഷിയാണോ? അല്ല. കാരണം ആത്മാവിനെ കാണാൻ ഒന്നുമില്ല. അദ്വൈത ഭാവത്തിലുള്ളതാണ് ആത്മാവ്. അതുകൊണ്ട് ആത്മാവിന് സാക്ഷിഭാവം കൽപ്പിക്കാൻ പറ്റില്ല. പക്ഷേ സാക്ഷിഭാവം ഉള്ളത് ബുദ്ധിക്കാണ്. ബുദ്ധിയാണ് കാണുന്നത്. എന്നാൽ ആത്മാവിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് നമുക്ക് നമ്മുടെ തലത്തിൽ കാട്ടിക്കൊടുക്കാൻ പറ്റുന്നത് അതാണ്. അപ്പൊ അതിനെ കാണിച്ചുകൊണ്ട് അതിന്റെ പിന്നിലുള്ള വസ്തുവാണെന്ന ധ്വനിക്ക് വേണ്ടിയാണ് സാക്ഷിഭാവം കൽപ്പിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ ആത്മാവ് സാക്ഷിയല്ല. അപ്പൊ ആത്മാവ് ഒന്നിനെയും അനുഭവിക്കുന്നില്ല. ആത്മാവിന് തന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. അതുകൊണ്ട് ഈ ത്രിപുടിയും ഇല്ല. ഇത് മൂന്നും നശിക്കുന്നു. ഇപ്പൊ ത്രിപുര ദഹനമൊക്കെ ഇതിന്റെ സൂചനയാണെന്ന് കൂടി പറയാം. അപ്പൊ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം. ശിവനാകുന്നു ഞാൻ. ശിവനാണല്ലോ ത്രിപുരാസുരന്മാരെ ദഹിപ്പിക്കുന്നത്. അതിന്റെ തത്വവും ഇവിടെയുണ്ട്. എനിക്ക് ത്രിപുടിയില്ല. ഞാൻ ഇത് മൂന്നും അല്ല. ഭോക്താവുമല്ല, ഭോജ്യവുമല്ല, ഭോജനവുമല്ല. ഇതൊന്നും ഞാനല്ല. ഞാൻ ഏകമേവാദ്വിതീയമായ ചിദാനന്ദമായ ശിവനാകുന്നു. ശിവനാകുന്നു. ഇതാണ് 4-ാമത്തെ ശ്ലോകം. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദ ന യജ്ഞ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം. അടുത്തത് 5-ാമത്തെ ശ്ലോകമാണ്. ന മൃത്യുർന ശങ്ക ന മേ ജാതി ഭേദ പിതാ നൈവ മേ നൈവ മാതാ ന ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം. ന മൃത്യുർ ന ശങ്ക. ഇത് പാഠഭേദമുണ്ട്. ചില പാഠങ്ങളിൽ ന മേ മൃത്യു ശങ്ക എന്നാണ് കാണുന്നത്. എന്നാൽ കൂടുതൽ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള പാഠങ്ങളിൽ ന മൃത്യു ന ശങ്ക എന്നാണ്. കൂടുതൽ നന്നായി തോന്നുന്നതും ഇതാണ്. മൃത്യു എന്നാൽ മരണം, ശങ്ക എന്നാൽ ഭയം, സംശയം. എനിക്ക് മരണമില്ല. ഞാൻ നിത്യവസ്തുവാണ്, എന്നുമുള്ള വസ്തുവാണ്, സദ്വസ്തുവാണ്. കാരണം ജനിച്ചിട്ടേ ഇല്ലാത്തൊരു സാധനത്തിന് എങ്ങനെ മരണം സംഭവിക്കുക? ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണം ഉണ്ടാവാം. എനിക്ക് ജനനമേ ഇല്ല, അതുകൊണ്ട് എനിക്ക് മൃത്യുവില്ല. എനിക്ക് ഭയവുമില്ല. ഭയത്തിനുള്ള മൂലകാരണം മൃത്യുവാണ്. ഞാൻ ഇല്ലാതെയാകും എന്നുള്ളതിൽ നിന്നാണ് എല്ലാ ഭയവും ജനിക്കുന്നത്. ഭയത്തിന്റെ റൂട്ട് കോസ് തേടിപ്പോയാൽ ഈ ഒരു മൃത്യുവിൽ നിന്നാണ് അത് ഉദ്ഭവിക്കുന്നത് എന്നറിയാം. അപ്പം മൃത്യുവിനെ ജയിച്ചാൽ, അമരത്വം നേടിയാൽ അഭയം സ്വാഭാവികമായും സിദ്ധിക്കും. അതുകൊണ്ടാണ് ഭക്തിയുടെ ലക്ഷണം അഭയമാണെന്ന് പറയുന്നത്. കാരണം ഭക്തി നമ്മളെ നമ്മുടെ കേന്ദ്രത്തിലുള്ള ആ ചൈതന്യത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കും. എത്ര അടുക്കുന്നു അത്രയും നമ്മൾ അറിയും നമുക്ക് അമരത്വമുണ്ടെന്ന്, നമുക്ക് മൃത്യുവില്ല. അപ്പൊ അഭയത്വം സിദ്ധിക്കും. അതുകൊണ്ട് എനിക്ക് മൃത്യുവുമില്ല, എനിക്ക് ഭയവുമില്ല. ഇനി സംശയം എന്ന അർത്ഥത്തിലെടുത്താലും എനിക്കൊരു സംശയവുമില്ല. കാരണം എന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. സംശയങ്ങൾ സാധാരണക്കാർക്ക് ഉണ്ടാവാം. കാരണം അവൻ പരിമിതനാണ്, ഞാൻ അപരിമിതനാണ്. അതുകൊണ്ട് എനിക്ക് സംശയമില്ല. ഇനി നമേ മൃത്യു ശങ്ക എന്ന് ഒരുമിച്ച് വായിച്ചാൽ മൃത്യു ഭയം എനിക്കില്ല എന്ന് കിട്ടി. അപ്പൊ മൃത്യുവില്ല, ഭയമില്ല എന്ന് വേറെ വേറെ പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ എനിക്ക് മൃത്യു ഭയമില്ല എന്ന ആ പാഠവും സ്വീകരിക്കാം. അപ്പൊ ന മൃത്യുർ ന ശങ്ക ന മേ ജാതി ഭേദ. എനിക്ക് ജാതി ഭേദമില്ല. ജാതി എന്ന് വളരെ സാമാന്യമായി നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥത്തിലെടുത്താൽ ജാതികൾ, മനുഷ്യരുടെ ഇടയിൽ ഒരുപാട് ജാതികളുണ്ട്. ആ ജാതി ഭേദമൊന്നും എനിക്കില്ല. അത് ദേഹത്തിനുള്ളതാണ്. എനിക്ക് എങ്ങനെയാണ് അത് ബാധിക്കുക? എനിക്കതില്ല. ഇനി ജാതി ശബ്ദത്തിന് കൂട്ടം എന്ന അർത്ഥം വരുന്നുണ്ട്. അതായത് ഓരോ ഗ്രൂപ്പുകളായിട്ട്, ഇപ്പൊ നമ്മൾ മൃഗത്തിന്റെ ജാതി എന്ന് പറയും, അതിൽ തന്നെ സസ്തനി അങ്ങനെയൊക്കെ പറഞ്ഞ് വേറെ വേറെ പറയും. അപ്പൊ ഇതൊക്കെ ഓരോ ജാതികളാണ്. ഇങ്ങനത്തെ ജാതി ഭേദം ഒന്നും എനിക്കില്ല. ഇവിടെ ഞാൻ ഏകമായ വസ്തുവാണ്. പലതുണ്ടെങ്കിലേ നമുക്ക് ഈ കാറ്റഗറൈസേഷൻ ആവശ്യമുള്ളൂ. ഓരോരോ ഗണത്തിൽ പെടുത്തിക്കൊണ്ട് വെവ്വേറെയായി കാണേണ്ട ആവശ്യം പലതുള്ളപ്പോഴാണ്, നാനാത്വം ഉള്ളപ്പോഴാണ്. എന്നാൽ ഞാൻ അദ്വൈതമാണ്, എനിക്ക് രണ്ടില്ല. അപ്പൊ നാനാത്വം എവിടെ സംഭവിക്കുന്നില്ല. നാനാത്വം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജാതി ഭേദമാണ് എനിക്കുള്ളത്? ഇനി അത് നമ്മുടെ മനുഷ്യന്റെ തലത്തിൽ വന്നാൽ തന്നെ നമ്മൾ ഈ പറയുന്ന വർണ്ണവും അതിൽ നിന്ന് പിന്നീട് കലർപ്പുണ്ടായി സംഭവിച്ചിട്ടുള്ള ജാതി വ്യവസ്ഥയും ഒന്നും എന്നെ ബാധിക്കുന്നില്ല, അതെന്നെ സ്പർശിക്കുന്നില്ല. ഞാൻ ബ്രാഹ്മണനുമല്ല, ക്ഷത്രിയനുമല്ല, വൈശ്യനുമല്ല, ശൂദ്രനുമല്ല. എനിക്ക് ജാതിയില്ല. ഞാൻ ഇതിനൊക്കെ അതീതമായി നിൽക്കുന്ന പൊരുളാണ്. പിതാ നൈവ മേ നൈവ മാതാ ന ജന്മ. എനിക്ക് ജാതി ഇല്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ജാതി ഇല്ലാത്ത? ന ജന്മ. ഞാൻ ജനിച്ചിട്ടേ ഇല്ല. ജനിച്ചാലല്ലേ ഈ ജാതിയൊക്കെ ഉണ്ടാവുന്നുള്ളൂ. ഞാൻ ജനിച്ചിട്ടേ ഇല്ല. ജനിച്ചിട്ടേ ഇല്ലെങ്കിൽ എനിക്ക് അച്ഛനുണ്ടാവോ? ഇല്ല. അമ്മയുണ്ടാവോ? ഇല്ല. അപ്പോൾ ന പിത ന മാത. പിതാവുമില്ല, മാതാവുമില്ല. കാരണം ഞാൻ ജനിച്ചിട്ടേ ഇല്ല. ജനിക്കാത്തത് കൊണ്ട് എനിക്ക് ജാതി ഭേദവുമില്ല. ജനിക്കാത്തത് കൊണ്ട് എനിക്ക് മൃത്യുവുമില്ല. അതിൽ നിന്നും ഉണ്ടാകുന്ന ഭയവും എനിക്കില്ല. അപ്പോ ന മൃത്യുർ ന ശങ്ക ന മേ ജാതി ഭേദ പിതാ നൈവ മേ നൈവ മാതാ ന ജന്മ. ആ പൂർണ്ണത,
ആചാര്യസ്വാമികൾ ഇങ്ങനെ വാക്കിലേക്ക് കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിൻ്റെ മഹത്വം എത്രയാണെന്ന് ഈ സ്തോത്രം ധ്യാനിക്കുന്ന സമയത്ത്, ഈ കൃതി ധ്യാനിക്കുന്ന സമയത്താണ് നമ്മൾ ശരിക്കും അറിയുക. കാരണം അദ്ദേഹം അനുഭവിച്ച അനുഭവം ഇങ്ങനെ കടഞ്ഞെടുത്ത് വാക്കിലേക്ക് കൊണ്ടുവരിക. വാക്കിലേക്ക് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റാത്തതിനെ കൊണ്ടുവരികയാണ്. ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. ഗംഗാദേവിയെ കൊണ്ടുവന്ന പോലെ തന്നെയാണ്, ഭഗീരഥൻ കൊണ്ടുവന്ന പോലെയാണ് ഇവിടെ ആചാര്യസ്വാമികൾ ആ അദ്വൈത ബോധത്തെ നമ്മുടെ തലത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ്, എനിക്ക് ഈ പറഞ്ഞതൊന്നുമില്ല. ഇനി പറയുന്നു, ന ബന്ധുർ ന മിത്രം ഗുരുർ നൈവ ശിഷ്യ. എനിക്ക് ബന്ധുവില്ല. ജനിച്ചാലല്ലേ, ഇപ്പൊ രക്തബന്ധങ്ങളെയാണ് ഇവിടെ ബന്ധു എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ജനിച്ചവർക്കല്ലേ ഈ രക്തബന്ധമൊക്കെ ഉള്ളൂ. ബന്ധുക്കളൊന്നും എനിക്കില്ല, ഞാൻ ജനിച്ചിട്ടേ ഇല്ല. ജനിക്കാത്ത പൊരുളായ ഞാൻ ആരോട് ബാന്ധവം കൂടാനാണ്? അപ്പൊ എനിക്ക് ബന്ധുക്കളില്ല, എനിക്ക് മിത്രങ്ങളുമില്ല. കാരണം എന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. എന്നിൽ നിന്ന് അന്യമായിട്ടുണ്ടെങ്കിലല്ലേ എനിക്ക് അതിനോട് സൗഹൃദം തോന്നേണ്ടതുള്ളൂ. ശത്രുതയും എനിക്കില്ല. ഇവിടെ മിത്രമില്ല എന്ന് പറഞ്ഞാൽ ശത്രുവില്ല എന്നും കൂടി മനസ്സിലാക്കണം. അപ്പോൾ ന മിത്രം ന ഗുരു ഗുരുർ നൈവ, എനിക്ക് ഗുരുവുമില്ല. അജ്ഞാനത്തിന്റെ ഇരുട്ടിനെ ഇല്ലാതെയാക്കി ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവനാണ് ഗുരു. ഞാൻ സ്വയം ചിദാനന്ദ രൂപനാണ്, ശിവനാണ്. ആ ഇരിക്കുന്ന എനിക്ക് എന്തിരുട്ട്? ആ ഇരുട്ടില്ലാത്ത എന്നെ ആരാണ് അതിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്നത്? ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഗുരുവില്ല. അപ്പൊ എനിക്ക് ശിഷ്യരുണ്ടോ? ഇനി ഞാൻ വേറെ ആരുടെയെങ്കിലും ഇരുട്ട് മാറ്റി കൊടുക്കണം? ഞാൻ സ്വയം ഗുരു ആവണോ? ഇല്ല, എനിക്ക് ശിഷ്യരുമില്ല. എന്താ? കാരണം ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ അദ്വിതീയമായ ഭാവത്തിലാണ്. യഥാർത്ഥ ഗുരുനാഥന്റെ ഭാവമാണിത്. അദ്ദേഹത്തിന് ഗുരുവുമില്ല, ശിഷ്യനുമില്ല. ചിദാനന്ദ രൂപനായ ശിവനാണ്. അപ്പോ പഠിക്കാനായിട്ടും എനിക്കൊന്നുമില്ല, പഠിപ്പിക്കാനായിട്ടും എനിക്കൊന്നുമില്ല. എനിക്ക് ചെയ്യാൻ കർമ്മങ്ങളേ ഇല്ല. ഞാൻ നിത്യമുക്തനാണ്, ജീവൻ മുക്തനാണ്, ചിദാനന്ദ രൂപനാണ്, ശിവനാണ്. ഇതാണ് 5ാമത്തെ ശ്ലോകം. ന മൃത്യുർ ന ശങ്ക ന മേ ജാതി ഭേദ പിതാ നൈവ മേ നൈവ മാതാ ന ജന്മ ന ബന്ധുർ ന മിത്രം ഗുരുർ നൈവ ശിഷ്യശ്ചിദാനന്ദ രൂപ ശിവോഹം. അടുത്തത് അവസാനത്തെ ശ്ലോകമാണ്, 6ാമത്തെ ശ്ലോകം. അഹം നിർവികൽപോ നിരാകാര രൂപോ വിഭുർവ്യാപ്യ സർവത്ര സർവേന്ദ്രിയാനാം സദാ മേ സമത്വം ന മുക്തിർ ന ബന്ധശ്ചിദാനന്ദ രൂപ ശിവോഹം. ഇവിടെ വിഭുർവ്യാപ്യ എന്നതിന് പകരം വിഭുത്വാച്ച എന്ന് ചില പാഠങ്ങളിലുണ്ട്. അതുപോലെ സദാ മേ സമത്വം ന മുക്തിർ ന ബന്ധ എന്ന് പറയുന്നതിന് പകരം നചാസംഗതം നൈവ മുക്തിർ ന മേയഃ എന്ന പാഠഭേദവും കാണുന്നുണ്ട്. രണ്ടിനും അർത്ഥം ഏതാണ്ടൊക്കെ സമാനമാണ്. എന്നാലും നമുക്ക് രണ്ടും നോക്കാം. ആദ്യം പറയുന്നു, അഹം നിർവികൽപ, എനിക്ക് ഒരു വികൽപ്പവും ഇല്ല. വികൽപ്പങ്ങൾ സംഭവിക്കുന്നത് ഭേദമുള്ളിടത്താണ്. എനിക്ക് ഭേദമേ ഇല്ല. അതുകൊണ്ട് ഞാൻ നിർവികൽപ്പനാണ്. ഒരു പരിണാമവും ഒരു ഇളക്കവും എന്നിൽ സംഭവിക്കുന്നില്ല. കാരണം ദേശവും കാലവും ഉള്ള സ്ഥലത്തെ വികൽപ്പം ഉണ്ടാകുന്നുള്ളൂ. എനിക്ക് ദേശവുമില്ല, കാലവുമില്ല. ഞാൻ നിറവാണ്, നിറഞ്ഞു നിൽക്കുന്ന പൂർണ്ണതയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഒരു വികൽപ്പവുമില്ല. നിരാകാര രൂപോ, എന്താണ് എൻ്റെ രൂപം? നിരാകാരമാണ്. എനിക്ക് ആകാരമില്ല. ദേശവും കാലവും ഇല്ലാത്തവൻ എങ്ങനെയാണ് ആകാരം ഉണ്ടാവുക? കാരണം ദേശകാല പരിധിയിലുള്ള മനസ്സിന് മാത്രമേ ആകാരം കാണാൻ പറ്റൂ. അതും ഓരോരുത്തരും ഓരോ ആകാരമായിരിക്കും കാണുക. യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി എന്ന് പറയുന്ന പോലെ. അപ്പൊ എനിക്ക് ആകാരമില്ല. എന്നെ കാണാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല. കാരണം എനിക്ക് ആകാരമില്ല. ഞാൻ നിർവികൽപ്പനാണ്, നിരാകാരനാണ്, വിഭുവാണ് ഞാൻ. വിഭു എന്ന വാക്കിന് ഈശ്വരൻ എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് ഞാൻ വിഭുവായത്? എന്തിൻ്റെ വിഭുവാണ് ഞാൻ? സർവേന്ദ്രിയാന, എല്ലാ ഇന്ദ്രിയങ്ങളുടെയും വിഭുവാണ്, ഈശനാണ് ഞാൻ. എന്തുകൊണ്ട്? സർവത്ര വ്യാപ്യ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനാണ് ഞാൻ. അപ്പോൾ എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ട് ഞാൻ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഈശ്വരനായി ഭവിക്കുന്നു. ഇവിടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും എന്ന് പറയുമ്പോൾ വ്യഷ്ടി തലത്തിൽ നോക്കിയാൽ ദേഹം മുഴുവൻ വ്യാപിച്ചിരുന്നു കൊണ്ട് ഇന്ദ്രിയങ്ങളെ ഭരിച്ചിരിക്കുന്നവനാണ് ഞാൻ. ദേഹം മുഴുവൻ വ്യാപിച്ചതുകൊണ്ട് എൻ്റെ ഭരണത്തിലാണിത് നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ഞാൻ ഭരിക്കുന്നു, ഞാൻ വിഭുവാണ്. ഇനി പ്രപഞ്ചം മുഴുവൻ എടുത്തു നോക്കിയാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഈശൻ ഞാൻ തന്നെയാണ്. എന്നിൽ നിന്ന് അന്യമായി ഒരു ഈശനില്ല. അതുകൊണ്ട് വിഭുർവ്യാപ്യ സർവത്ര സർവേന്ദ്രിയാന. ഇത് വിഭുത്വാച്ച എന്ന് പറഞ്ഞാൽ എനിക്ക് വിഭുത്വം ഉള്ളത് കൊണ്ട് ഞാൻ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും വിഭുത്വം എനിക്കുണ്ട്, ഞാൻ എല്ലായിടത്തും ഉണ്ട് എന്നർത്ഥം വരും. കൂടുതൽ ശരി വിഭുർവ്യാപ്യ എന്നുള്ള പാഠം തന്നെയാണ്. ഏകദേശം സാമാന്യ അർത്ഥമാണെങ്കിലും ഈശത്വം, ഇന്ദ്രിയങ്ങളുടെ ഈശത്വമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
അപ്പോൾ ഞാൻ നിർവികൽപ്പനാണ്, നിരാകാരനാണ്, ഈശനാണ്. അപ്പം ഈശനാണെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ദ്വൈതത്തിൻ്റെ ധ്വനിയുണ്ട്. അത് നമ്മുടെ മനസ്സിന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ഈശത്വം കൽപ്പിക്കണമെങ്കിൽ അവിടെ ദ്വൈതം ഉണ്ടാവണം. തന്നിൽ നിന്ന് അന്യമായ ഒന്നിനെ ഭരിക്കാൻ പറ്റൂ. അപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ഭരിക്കാൻ വസ്തുക്കളുള്ള തലത്തിൽ നിൽക്കുന്ന ഒരാളോട് ആചാര്യസ്വാമികൾ പറയുന്നത് കൊണ്ട് എനിക്ക് ഈശത്വം കൽപ്പിച്ചോളൂ, ഇതിനെയെല്ലാം ഭരിക്കുന്നവൻ ഞാനാണെന്ന് നീ മനസ്സിലാക്കിക്കോളൂ എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ അവിടെ ഭരണമുണ്ടോ? ഇല്ല. കാരണം ഞാൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്ന പദത്തിൽ തന്നെ അതിൻ്റെ രഹസ്യമുണ്ട്. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നുവെങ്കിൽ എന്നിൽ നിന്ന് അന്യമായ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ നദിയിൽ ജലം വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നദി എന്താണ്? ജലം തന്നെയാണ്. ജലത്തെ എടുത്ത് മാറ്റിയാൽ നദിക്ക് ഒരു അസ്തിത്വമുണ്ടോ? ഇല്ല. ഇപ്പം ഞാൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം തന്നെയാണ്. എല്ലാം ഞാനാണെങ്കിൽ അവിടെ ഒരു ഭരണം തന്നെ നടക്കുന്നില്ല. അപ്പോൾ വിഭു എന്ന ശബ്ദത്തിന് ഈശൻ എന്ന അർത്ഥത്തെ പോലെ തന്നെ സർവ്വവ്യാപി എന്ന അർത്ഥവും വരും. അപ്പം ഞാൻ സർവ്വവ്യാപിയാണ്, എല്ലാ ഇന്ദ്രിയങ്ങളിലും വ്യാപിച്ചിരിക്കുന്നവനാണ് എന്നർത്ഥവും വന്നു. അപ്പോൾ ഉള്ളതെല്ലാം ഞാൻ മാത്രം, ഞാൻ മാത്രമേ ഉള്ളൂ. ഏകമേവാദ്വിതീയം എന്ന ആ ബോധം വീണ്ടും വീണ്ടും അടിച്ചുറപ്പിക്കുകയാണ് ആചാര്യസ്വാമികൾ ഇവിടെ. അപ്പോൾ ദ്വൈതത്തിന്റെ തലത്തിൽ പറഞ്ഞുകൊണ്ട് അദ്വൈതത്തെ സൂചിപ്പിക്കുകയാണ്. ദ്വൈത തലത്തിൽ നിൽക്കുന്നവർക്ക് ആ ഭാവം കൽപ്പിക്കാം. കാരണം അവരൊരു ഈശ്വരനെ കാണുന്നുണ്ട്. ആ ഈശ്വരൻ ഞാൻ തന്നെയാണെന്നുള്ള ഭാവം ഇവിടെ കൽപ്പിക്കാം. സൂക്ഷ്മമായി നോക്കിയാൽ അദ്വൈത ബോധത്തെയാണ് അവിടെ പ്രകാശിപ്പിക്കുന്നത്. സദാമേ സമത്വം, എനിക്കെന്നും ഒരേ ഭാവമാണ്. എല്ലാത്തിനെയും ഞാൻ ഒന്നായി കാണുന്നു എന്നർത്ഥത്തിലും എല്ലാം ഒന്ന് തന്നെയാണ് എന്നർത്ഥത്തിലും. കാരണം വാസ്തവത്തിൽ എനിക്ക് കാഴ്ച തന്നെയില്ല, ഞാൻ മാത്രമായി നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് സമത്വം എന്നുള്ളത് എനിക്ക് എല്ലാ സമയത്തും ഒരേ ഭാവമാണ് എന്നുള്ളതാണ് കൂടുതൽ അർത്ഥം. എന്നാൽ ദ്വൈത തലത്തിൽ നിൽക്കുമ്പോൾ ഞാൻ എല്ലാത്തിനെയും ഒന്നായി കാണുന്നു. സമലോഷ്ടാശ്മ കാഞ്ചന എന്ന് ഭഗവത്ഗീതയിൽ പറയും. ആ ഭാവത്തിൽ ഞാൻ ഇരിക്കുന്നു എന്നർത്ഥവും എടുക്കാം. സൂക്ഷ്മമായി നോക്കിയാൽ ഞാൻ മാത്രമേ ഉള്ളൂ, ആ ഞാൻ എല്ലാ കാലത്തും ഇതുപോലെ തന്നെയാണ്, എനിക്കൊരു ഭേദവുമില്ല, ഏറ്റക്കുറച്ചിലുകൾ എന്നിൽ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് സദാ സമത്വമാണ്. ന മുക്തി ന ബന്ധ, ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാ കാലത്തും ഇതുപോലെ തന്നെയാണ്. അപ്പൊ എനിക്കൊരു ബന്ധനവുമില്ല, എനിക്കൊരു മോചനവുമില്ല. ബന്ധനത്തിൽ പെട്ടവനല്ലേ മോചനം ഉണ്ടാവേണ്ടത്? ഞാൻ ജനിച്ചിട്ടേ ഇല്ല, അതുകൊണ്ട് എനിക്ക് ബന്ധനമേ ഇല്ല. എന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. അപ്പൊ എന്തിൽ നിന്നാ ഞാൻ മോചനം തേടേണ്ടേ? അപ്പൊ എനിക്ക് ബന്ധനവുമില്ല, മുക്തിയുമില്ല. ഇനി പാഠഭേദം നോക്കുകയാണെങ്കിൽ നചാസംഗതം നൈവ മുക്തി ന മേയഃ, എനിക്ക് നിസ്സംഗതയില്ല. നിസ്സംഗത എന്ന് പറഞ്ഞാൽ അസംഗത എന്നാണ് ഇവിടെ പറയുന്നത്. സംഗത ഇല്ലായ്മ, അതായത് ഒന്നിനോടും എനിക്ക് ഒട്ടലില്ല. അപ്പോൾ ഒട്ടലില്ലായ്മയെ ആചരിക്കേണ്ട ആവശ്യവും എനിക്കില്ല. അതുകൊണ്ടാണ് നചാസംഗതം എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ പറയും ഇതല്ല ഇതല്ല, ഇതിൽ നിന്നൊക്കെ വിട്ട് ഞാനായി ഭവിക്കണം എന്ന് പറയും. അപ്പോൾ ഈ വിടലുണ്ട്, അവിടെ ആ നിസ്സംഗത ഞാൻ അഭ്യസിക്കണം. എന്നാൽ എൻ്റെ ഭാവത്തിൽ നോക്കുമ്പോൾ ഇവിടെ ഉപേക്ഷിക്കാനായിട്ടൊന്നുമില്ല. അപ്പോൾ സംഘമേ എനിക്കില്ല, പിന്നെ നിസ്സംഗത ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നചാസംഗതം, എനിക്ക് നിസ്സംഗതയുമില്ല, സംഘവുമില്ല, രണ്ട് ഭാവത്തിലും ഞാൻ ഇരിക്കുന്നു. നൈവ മുക്തി, എനിക്ക് മുക്തിയുമില്ല. ന മേയഃ, മേയ ശബ്ദത്തിന് ജ്ഞേയം എന്നാണ് അർത്ഥം. അറിയപ്പെടേണ്ടത് എന്തോ അതാണ്. അപ്പോൾ എനിക്ക് അറിയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല. നേരത്തെ മുക്തി ന ബന്ധ എന്ന് പറഞ്ഞാൽ അതാണ് കൂടുതൽ അനുയോജ്യമായിട്ട് തോന്നുന്നത്. എന്നാൽ മേയ ശബ്ദവും പാഠങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ മേയമാണെങ്കിൽ എനിക്ക് അറിയേണ്ടതായിട്ടൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ ശുദ്ധമായ അറിവാകുന്നു, ബോധമാകുന്നു. അതുകൊണ്ടാണ് ചിത് എന്ന് വിളിച്ചത്. ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം, ഞാൻ ശിവനാകുന്നു. എൻ്റെ പൂർണ്ണതയെ ഞാൻ അഭിവ്യക്തമാക്കുകയാണ് എന്നാണ് ആചാര്യസ്വാമികൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും പറയുന്നു, ആചാര്യസ്വാമികൾ അദ്ദേഹത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് നമ്മളോട് കരുണയുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ തലത്തിലേക്ക്, വാക്കിലേക്ക് കൊണ്ടുവന്ന് ആ അനുഭവത്തെ നൽകുകയാണ്. ഇത് മനനം ചെയ്ത് ഈ ബോധം നമുക്ക് സിദ്ധിച്ചാൽ ഇത് പറയുന്നത് സത്യമാണെന്ന് നമ്മൾ അറിയും. അതുവരെയും ഇത് വെറും തിയറിയാണ്. തിയറിയുടെ ബലത്തിൽ നമ്മൾ മതിമറന്നു പോകാൻ പാടില്ല. പലപ്പോഴും വേദാന്തം പഠിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്നൊരു തെറ്റ്, സാധനയൊന്നും ചെയ്യാതെ വേദാന്തത്തിലേക്ക് പ്രവേശിക്കും, കുറച്ച് കാര്യങ്ങൾ തിയററ്റിക്കലായി മനസ്സിലാക്കി കഴിഞ്ഞാൽ സത്യം അറിഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കും. അപ്പം എനിക്ക് ബന്ധനമില്ല, മോചനമില്ല എന്ന തെറ്റിദ്ധാരണയിലൂടെ അവർ സ്വതന്ത്രമായി ജീവിക്കാൻ തുടങ്ങും, താൻ തോന്നികളായിട്ട് ഭവിക്കും. അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് അവർക്ക് സംഘമുണ്ട്, മനസ്സുണ്ട്, മനസ്സിൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇതെല്ലാം ഉള്ള സമയത്ത് അവർ പുണ്യവും പാപവും സമ്പാദിക്കും, വീണ്ടും വീണ്ടും ജനിക്കും, വീണ്ടും വീണ്ടും മരിക്കും. അവരിവിടെ തന്നെ കുടുങ്ങിപ്പോകും. അപ്പോൾ ഈ തലത്തിൽ നിൽക്കുന്ന ആള് ആ തലത്തിലുള്ളവനെ പോലെ ജീവിക്കാൻ പാടില്ല.
ആചാര്യസ്വാമികൾ നമുക്കിത് പറഞ്ഞു നൽകുന്നത് നമ്മൾ ഇത് മനനം ചെയ്ത് ആത്യന്തികമായി ഇത് തന്നെയാണ് സത്യം എന്ന് സ്വയം അനുഭവിച്ചറിയാൻ വേണ്ടിയാണ്. അത് നമുക്ക് ഉള്ളിൽ സിദ്ധിക്കണം. അത് സിദ്ധിച്ചത് നമ്മുടെ അനുഭവമാകുമ്പോൾ നമ്മൾ നിർവ്വാണത്തെ നേടുന്നു, ആത്മസാക്ഷാത്കാരത്തെ നേടുന്നു. ഭക്തി പൂർണ്ണമാകുന്നത് അവിടെയാണ്. കാരണം ഭക്തി എന്താണ്? സ്വസ്വരൂപാനുസന്ധാനമാണ്. അപ്പൊ സ്വസ്വരൂപാനുസന്ധാനം, എന്നെ അന്വേഷിച്ച് അവസാനം ഞാനായി തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ഇതാണ് എൻ്റെ സത്യം. ആ തിരിച്ചറിവ് ഉണ്ടാകുന്നത് വരെയും ഇത് വെറും ഒരു തിയറിയാണ്, ഒരു തത്വമാണ്. അത് ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന ബോധത്തോടെ സാധന ശ്രദ്ധയോടുകൂടി ചെയ്യണം. സാധനയിൽ കുറവ് വരുത്താൻ പാടില്ല. വെറുതെ ഒരു തിയറിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് സാധനയെ ഉപേക്ഷിച്ചാൽ ദുരിതമായിരിക്കും ഫലം. അപ്പൊ ആചാര്യസ്വാമികൾ ഇത് പറഞ്ഞു നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ കരുണയാണ്. ആ കരുണയിലൂടെ അദ്ദേഹം നമുക്ക് നൽകുന്നു, നമ്മളത് സ്വീകരിച്ച് നമ്മളത് മനനം ചെയ്ത് ആത്യന്തികമായി ഇത് സത്യമാണെന്ന് ഗ്രഹിക്കണം. ഗ്രഹിക്കുന്നത് വരെയും നമുക്ക് ഋഷി പറഞ്ഞു തന്നിട്ടുള്ള വഴികളിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ച് ആ വഴിയിലൂടെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. അപ്പോൾ ഭക്തിയിലൂടെ ദ്വൈതഭാവത്തിൽ നിന്നുകൊണ്ട് ഉപാസന നടത്തുന്നവൻ ഇതെല്ലാം ശ്രവിച്ചിട്ട് കൺഫ്യൂസ് അടിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു അനുഭവമാണ്. ഈശ്വരന്റെ അനുഭവം എന്തായിരിക്കുമെന്ന് സങ്കല്പിച്ചാൽ ഇതായിരിക്കുമെന്ന് ഗ്രഹിച്ചാൽ മതി. അവർക്ക് അവരുടെ ദ്വൈതഭാവത്തിലുള്ള ഉപാസന തുടരാം. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, അതിനവർക്ക് ബാധ്യതയുമുണ്ട്. അപ്പൊ അവരവർക്ക് ഏത് ഗുരു ഏത് വഴിയിലൂടെ നടക്കാൻ പറയുന്നു ആ വഴിയിലൂടെ സഞ്ചരിക്കുക. ഇത്തരം മനനങ്ങൾ നടത്തുന്ന സമയത്ത് ഇത് ആത്യന്തിക സത്യമാണെന്ന് മാത്രം ഗ്രഹിക്കുക. ഇത് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന ചിന്ത തന്നെ വരില്ല. കാരണം പിന്നെ എല്ലാം സ്വാഭാവികമായി സംഭവിക്കും. ഇത് അനുഭവിക്കുന്നത് വരെയും ഇതിനെ ഒരു ആശയമായി മനസ്സിൽ നിലനിർത്തുക. ഋഷിയുടെ അനുഭവം എന്തായിരിക്കുമെന്ന് നമ്മൾ ആകാംക്ഷയോടെ ഓർക്കുമ്പോൾ അതിന് ആചാര്യസ്വാമികൾ നൽകുന്ന ചെറിയൊരു മറുപടിയാണിത്. കാരണം അവരിങ്ങനെ പുഞ്ചിരി തൂകിയിരിക്കുന്ന ഭാവം നമ്മൾ മനസ്സിൽ കൽപ്പിക്കാറുണ്ട്. ഇത്തരം ജീവൻ മുക്തന്മാരെ നേരിൽ കാണാൻ ഭാഗ്യം സിദ്ധിച്ചവർക്കൊക്കെ തോന്നും ഇവരെന്താണ് ഈ അനുഭവിക്കുന്നത്. കാരണം ഒരു നിറവാണ് അവരുടെ അടുത്ത് നമുക്ക് തോന്നുന്നത്. ആ നിറവ് എവിടെ നിന്നാണ്, അതെങ്ങനെയുള്ളതാണെന്ന് ഭക്തർക്ക് തോന്നും, സാധകർക്ക് തോന്നും. അപ്പൊ അതിനൊരു മറുപടി ആചാര്യസ്വാമികൾ നൽകുകയാണ്. അതാണ് നിർവാണ ഷഡ്കം അഥവാ ആത്മഷഡ്കം. അപ്പോൾ ഇത് ശ്രീമദ് ശങ്കരാചാര്യ വിരചിതം നിർവാണ ഷഡ്കം അഥവാ ആത്മഷഡ്കം സമ്പൂർണം. ഓം തത്സത്. അങ്ങനെ ഈ 6 ശ്ലോകങ്ങളുടെയും മനനം വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാകും. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത്തരം മനനം നടത്തുന്ന സമയത്ത് ഇത് ആത്യന്തിക സത്യമാണെന്ന് മനസ്സിലാക്കി അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കണം. അത് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഉപദേശത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ തനിയെ സംഭവിച്ചോളും. പിന്നെ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചോളും. അപ്പം ഇവിടെ ജീവൻ മുക്തന്റെ വലിയൊരു രഹസ്യം നമ്മൾ ഗ്രഹിക്കണം. പലപ്പോഴും നമ്മൾ ജീവൻ മുക്തനെ കാണുന്നത് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ തലത്തിലാണ്. ഇപ്പോൾ ജീവൻ മുക്തിയായി എന്ന് പറയുമ്പോൾ മനസ്സിന് ബന്ധനമില്ല എന്ന് നമ്മൾ കരുതും. ഇപ്പോൾ രാഗം ദ്വേഷമോ ഒക്കെ പോയി ഒന്നുമില്ലാതെ ഇങ്ങനെ ഒരു വടിയെ പോലെ ഇരിക്കുന്നവനാണ് ജീവൻ മുക്തൻ എന്ന് നമ്മൾ ധരിക്കും. ഇത് വല്ലാത്തൊരു തെറ്റിദ്ധാരണയാണ്. ഈ തെറ്റിദ്ധാരണയുള്ളത് കൊണ്ടാണ് ആത്മീയതയെ പലരും ഭയക്കുന്നത്. കാരണം ആത്മീയത എന്ന് പറഞ്ഞാൽ വടി പോലെ ഇരിക്കുകയാണെന്ന് പലരും വിചാരിച്ചു പോകുന്നു. ആത്മാന്വേഷണമാണ് ആത്മീയത. ആത്മാവിനെ അറിഞ്ഞാൽ നിത്യമുക്തിയാണ്. അപ്പൊ നിത്യമുക്തി അനുഭവിക്കുന്ന ആത്മാവ് സദാ മുക്തനാണ്. അത് തിരിച്ചറിയൽ മാത്രമാണ് ആത്മീയത നടത്തുന്നത്. മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചിത്തവും ഇന്ദ്രിയങ്ങളും സപ്തധാതുക്കളും പഞ്ചകോശങ്ങളും ഒക്കെ അതിൻ്റെ ധർമ്മം അനുസരിച്ച് തുടരും. കാരണം അത് മായയിൽ ഉള്ളതാണ്, മായാനിർമ്മിതമാണ്, അതിനൊരു പ്രാരബ്ധമുണ്ട്. അത് തീരുന്നത് വരെ അത് തുടരും. ഒരു തിരമാല ഉയർന്നാൽ അതിന് ഇത്ര ദൂരം സഞ്ചരിക്കാമെന്നുണ്ട്. അത് അത്ര ദൂരം സഞ്ചരിച്ചിട്ടേ അത് ലയിക്കൂ. അതേപോലെ ഈ ശരീരത്തിന്, ഈ വ്യക്തിത്വത്തിന് ഒരു പ്രാരബ്ധമുണ്ട്. അത് പൂർത്തീകരിച്ചിട്ട് അത് പോകും. പക്ഷെ അകത്തുള്ള അനുഭവത്തിന് ഈ തലത്തിലേക്ക് കൊണ്ടുവരരുത്. അപ്പൊ അവരുടെ മനസ്സിനൊരു ഇളക്കവുമില്ല, മനസ്സിലൊരു ആഗ്രഹവുമില്ല, ഒന്നുമില്ല എന്നല്ല. ജീവൻ മുക്തനെ നമുക്ക് ഒരിക്കലും പുറമേ നിന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം പുറമേക്ക് അയാൾ നമ്മളെ പോലെ ആയിരിക്കും. അയാൾ ഓരോന്ന് പ്രവർത്തിക്കുന്നുണ്ടാവും, ചിലത് നേടുന്നുണ്ടാവും, ചിലത് നേടാതിരിക്കുന്നുണ്ടാവും, ചില സമയത്ത് ഒന്നും ചെയ്യാതിരിക്കുന്നുണ്ടാവും. അപ്പോൾ അയാളുടെ മനസ്സിന്റെ ധർമ്മം എന്താണോ ആ ധർമ്മത്തിനനുസരിച്ച് മനസ്സിനെ വിട്ടിരിക്കുകയാണ്. കാരണം അയാൾ അതല്ല. അപ്പൊ മനസ്സിന് അതിന്റെ ധർമ്മം അനുഷ്ഠിക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട് അയാൾ തന്നിൽ തന്നെ രമിക്കുന്ന ഭാവത്തിലാണ്. അപ്പൊ അകത്തുള്ള ഈ അനുഭവം പുറമേ നിന്ന് നമുക്ക് കാണില്ല. നമ്മൾ കാണുന്നത് പുറമേയുള്ള പ്രവൃത്തിയാണ്. അതിൽ തന്നെ വളരെ ഭേദമുണ്ടാവും. ഇപ്പോൾ വ്യാധഗീത പറയുന്ന വ്യാധൻ ഇറച്ചിവെട്ടുകാരനാണ്. അദ്ദേഹത്തിന് ഈ അനുഭവമുണ്ട്, പക്ഷെ പുറമേ കർമ്മം ഇറച്ചിവിട്ടാണ്. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ധർമ്മം അതാണ്. അതിലേക്ക് വിട്ടുകൊടുത്തു. അതിന് അയാളെ അത് ബാധിക്കുന്നില്ല. അപ്പോൾ ഓരോ വ്യക്തിയും പുറമെ എങ്ങനെ, ചിലർ വളരെ ലൗകികനെ പോലെ ആയിരിക്കും, ചിലർ വളരെ
അവധൂതനെ പോലെയായിരിക്കും. ഇതൊക്കെ അവരുടെ ശരീര മനസ്സിൻ്റെ ഉള്ള ധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആത്യന്തികമായി അവരനുഭവിക്കുന്ന അനുഭവം ഒന്ന് തന്നെയാണ്. അപ്പോൾ ജീവൻ മുക്തി എന്ന് പറയുന്ന അവസ്ഥ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. അത് മനസ്സിൻ്റെ തലത്തിലോ ബുദ്ധിയുടെ തലത്തിലോ അല്ല, അത് ആത്മഭാവത്തിലാണ്. മുക്തി ആത്മാവിന് മാത്രമേ ഉള്ളൂ, മനസ്സിനുമില്ല, ബുദ്ധിക്കുമില്ല. കാരണം ബന്ധനം മനസ്സിനാണ്, മോക്ഷം തേടുന്നതും മനസ്സാണ്. പക്ഷെ മനസ്സിന് മുക്തിയില്ല. കാരണം മനസ്സ് എപ്പോഴും ദ്വൈതാത്മകമാണ്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ശരീരം, മനസ്സ്, ബുദ്ധി അതിൻ്റെ കർമ്മം അവസാനിച്ചാൽ ക്ഷയിക്കും. ആത്മാവ് നിത്യവസ്തുവാണ്. ഇത് തിരിച്ചറിയുന്നതാണ് ജീവൻ മുക്തി. ഇതിനു വേണ്ടിയാണ് ആത്മീയത നമ്മൾ അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോധം വെച്ചുകൊണ്ട് വേണം ഇത്തരം സ്തോത്രങ്ങളെ വായിക്കാൻ, ഇത്തരം കൃതികളെ വായിക്കാൻ, മനനം ചെയ്യാൻ. സാധന ചെയ്യുന്നവർ സാധന ചെയ്യണം. ആരെയും വിലയിരുത്താൻ നോക്കരുത്. കാരണം പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു തെറ്റ് പുറമേ നിന്ന് വിലയിരുത്തും. അപ്പോഴാണ് പറ്റിക്കപ്പെടാനും സാധ്യത. കാരണം പുറമേക്ക് അഭിനയിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഇന്ന ലക്ഷണങ്ങളോടൊക്കെ ഒത്തവനാണ് ആത്മീയത എന്ന് വിചാരിച്ച് ആൾക്കാർ നടക്കുമ്പോൾ അതിനനുസരിച്ച് അഭിനയിച്ചുകൊണ്ട് ഉദരനിമിത്തം ബഹുകൃത വേഷ എന്ന ആചാര്യസ്വാമികൾ തന്നെ ഭജഗോവിന്ദത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ വയറ് നിറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ പലരും പലതും കാണിക്കും. പക്ഷെ അതൊക്കെ കണ്ട് തെറ്റിദ്ധരിക്കാതെ അകത്തുള്ള അനുഭവമാണ്, അത് പുറമേ നിന്ന് കണ്ടാൽ മനസ്സിലാവില്ല എന്ന് മനസ്സിലാക്കി നമുക്കതകത്ത് സിദ്ധിക്കുന്നത് വരെയും നമ്മൾ സാധകരാണെന്നുള്ള ബോധം വെച്ചുകൊണ്ട് ശ്രമിക്കണം. മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് കിട്ടിക്കഴിയുമ്പോൾ തനിയെ മനസ്സിലായിക്കോളും. അപ്പോൾ അതിനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വ്യാഖ്യാനത്തെ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. വിഷ ഗുരുവായൂരപ്പ നാരായണ. ഹരിയും